അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ യാത്രയെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ സംസാരങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ എഴുതി കൊടുക്കുന്ന വിഷയങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന മൊബൈല്, അതിലൂടെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾ കേൾക്കുന്ന സംസാരങ്ങൾ, കൊടുക്കേണ്ട മറുപടികൾ എല്ലാം ആശീർവദിക്കുന്നു. നിങ്ങൾ കൈമാറുന്ന രേഖകൾ, വാങ്ങിക്കുന്ന രേഖകൾ, കാത്തിരിക്കുന്ന രേഖകൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റുകൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നീ കടന്നു പോകുന്ന വാഹനങ്ങൾ, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, പ്രൈവറ്റായാലും പബ്ലിക്കായാലും, നീ തിരിച്ച് വീട്ടിലെത്തുന്നവരെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിൻ്റെ യാത്രകളെ ആശീർവദിക്കുന്നു. ദൈവവേദലെ, നീ വിഷമിക്കുന്ന വിഷയങ്ങൾ, സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, ഏത് വിഷയത്തിന് വേണ്ടിയാണ് നീ വേദനിക്കണത്, അതെല്ലാം മാതാവ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ
നിന്റെ കണ്ണീനിരുകളെ ഏറ്റെടുക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യം പറയാൻ നിന്നെ ബലിഷ്ഠമാക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്മാർട്ട് സ്പിരിച്വാലിറ്റിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യണം അല്ലേ? അതിൻ്റെ അകത്ത് പെർഫെക്റ്റ് കണ്ടൻറ്റ് ഉടമ്പടിയിലുണ്ടെന്ന് അച്ഛൻ നിരീക്ഷിക്കണത് അല്ലേ? എന്താണ് ആദ്യം എന്താ പറഞ്ഞത്? സ്മാർട്ട് സ്പിരിച്വാലിറ്റി ആദ്യം നമ്മൾ പറഞ്ഞത്, ആദ്യ ദിവസം പറഞ്ഞത് മെനയെന്ന് പറഞ്ഞത് എക്സ്പെർട്ടൈസേഷൻ, അതായത് അതിൻ്റെ അകത്ത് മലയാളം എന്ന് പറയുന്നത് നൈപുണ്യം, പ്രാവീണ്യം. രണ്ടാമത്തത് ഇന്നലെ പറഞ്ഞ പ്രൊഫഷണലിസം, അതിൻ്റെ മലയാളം മിടുക്ക്, കാര്യക്ഷമത ഉടമ്പടി. ഇന്ന് പറഞ്ഞത് എന്താ? സ്മാർട്ട്നെസ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസരിപ്പ്, ചുറുചുറുക്ക്. ഈ സ്മാർട്ട് സ്പിരിച്വാലിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നത് എന്താണെന്ന് അറിയാമോ? അത് മൂന്നാമത്തെ ഉടമ്പടി വരണത്. അതിൻ്റെ അകത്ത് വരുന്നത് വിശ്വാസ കൈമാറ്റം തന്നെയാണ്. ശരിക്കും നമ്മൾ ചെയ്ത കാര്യങ്ങൾ പ്രൊഫഷണലായിട്ട് ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് വചനം കൈമാറണം. അതാണ് എൻ്റെ സ്മാർട്ട്നെസ് എന്ന് പറയുന്നത്. ഇതെല്ലാം സുന്ദരമായിട്ട് ചെയ്യുന്ന ഫ്രഷ് ഹാൻഡ് പോലും ഉണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞങ്ങൾ പാരമ്പര്യ കത്തോലിക്കരാണ്, ഞങ്ങൾക്കിതെല്ലാം അറിയാം, ഞങ്ങൾക്ക് ഉടമ്പടിയുടെ ആവശ്യമില്ല, ഞങ്ങൾ ഉടമ്പടിയിൽ തന്നെയാണ് ജീവിക്കണത്, അങ്ങനെ കുറേ ആൾക്കാരെ പറയത്തില്ലേ? അവർക്ക് റിസൾട്ട്, അവർ ഉടമ്പടി എടുക്കുമ്പോൾ അവർ കിട്ടുന്ന റിസൾട്ട് ഞാൻ നോക്കിയിട്ട് കിട്ടണത് ഒരു 35% റിസൾട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്താ കാര്യം? അവർ പ്രീസപ്പോസ് ചെയ്യുന്നു. അവർ പറഞ്ഞു ഞങ്ങൾ ശരിക്കും പറഞ്ഞാലേ ഉടമ്പടിയിൽ വരുന്ന വിഷയം ഒരു ക്രിസ്ത്യൻ അവൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെ ഉടമ്പടിയിലുണ്ട്. പക്ഷേ എന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പം ഇന്നൊരു സാക്ഷ്യം ഉണ്ടായിരുന്നത്? അതായത് അവർ പറഞ്ഞ ഇതാണ്, ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ ഇതാണ്, ഞാൻ പള്ളികളിൽ പത്രം കൊടുക്കാറില്ല. എന്താ കാര്യം? പള്ളി എല്ലാവർക്കും അറിയാം ഉടമ്പടി. ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാവർക്കും ഉടമ്പടിയെക്കുറിച്ച് അറിയാം. അത് അവർ പറയണേ ഉടമ്പടി എടുക്കുന്നൊരു ചുരുക്കമാണെന്ന്. അപ്പം ഞാൻ ഓർക്കേ, എല്ലാവർക്കും അറിയാമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ചുരുക്കമാകണത്? ചുരുക്കമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന്, ഇവർക്ക് അറിയണമല്ല വിഷയം. ഉടമ്പടിയിൽ വരുമ്പോൾ എല്ലാവരും പറയുന്ന പോലെ ദൈവമായിട്ട് ചിട്ടയായ ഒരു ജീവിതം വരും. അതിൻ്റെ ഉഴപ്പന്മാർക്ക് അവർക്ക് അപ്പോഴേ അറിയാം തങ്ങളുടെ അപ്പോൾ ഇവർ പറയണത് ഞാൻ പാരമ്പര്യ കത്തോലിക്കനാണ്, ഞങ്ങൾക്ക് ഞായറാഴ്ച കുറാക്ക് പോകുന്നുണ്ട്, കുടുംബ പ്രാർത്ഥന ഉണ്ടെന്നൊക്കെ പറയണം. ഇതെല്ലാം കൂടി 20% വരത്തുള്ളൂ. നമ്മൾ ചെയ്യേണ്ട ജീവിതത്തിൻ്റെ ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ടതിൻ്റെ 20% ചെയ്തിട്ടാണ് ഇവർ ക്ലെയിം ചെയ്യണത്. പക്ഷെ അത് കാരണമാണ് ഈ മുമ്പന്മാർ വന്നിച്ചും പിമ്പന്മാർ അവസാനം വന്നവർ തന്നെ ഈ വലിയ ഫലങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം അവരിതെല്ലാം ആദ്യമായിട്ട് ചെയ്യും. ഇപ്പം 40 കൊല്ലം 60 കൊല്ലം കത്തോലിക്കനായിട്ട് ജീവിച്ചിട്ട് ഒരു മനുഷ്യനെ പോലും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാത്ത എന്തുമാത്രം മനുഷ്യരുണ്ട്. എത്ര വേസ്റ്റ് ജന്മങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ പള്ളിയിൽ ഫൊറോണ വികാരി ആയി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പള്ളിയിൽ ഫൊറോണ വികാരിയായിട്ടിരിക്കുകയാണ്. അപ്പം അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അത് പാരമ്പര്യ പള്ളിയാണ്. കാരണം 9-ാം നൂറ്റാണ്ടിലെ 8-ാം നൂറ്റാണ്ടിലെ ഉണ്ടായ പള്ളിയാണ്. അപ്പം അവിടെ ഈ മരിച്ചവരുടെ അടിയന്തരം എന്ന് പറയണത് നമ്മൾ ഒരു മാസം മുഴുവൻ ഇരുന്നിട്ട് പ്രാർത്ഥിക്കേണ്ടി വരും. ഇവർക്ക് വേണ്ടി നമ്മൾ വെയിലത്ത് നിൽക്കണം. കാര്യം ആൾക്കാർ നിന്ന് അനിതായും റെസ്പോൺസും ഒക്കെ ചെല്ലിച്ചുകൊണ്ടിരിക്കും ഓഫീസ്. അപ്പോൾ നമുക്ക് തോന്നുകയെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെയിൽ കൊള്ളുന്നുണ്ട്, അതിൻ്റെ പേരിൽ പനിയും ഒടുങ്ങിപ്പോവുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ പാർട്ടിക്ക് വേണ്ടി നമ്മൾ ഇതൊക്കെ പ്രാർത്ഥിക്കേണ്ടതാണ്. എന്താ കാര്യം അറിയാമോ? ഇവർക്ക് വേണ്ടി ജീവിച്ച് ചത്തുപോയ ആൾക്കാരല്ലേ. ദൈവത്തിന് വേണ്ടി ഒരു മനുഷ്യനെ പോലും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാതെ മരിച്ചു പോകുന്നതിനേക്കാൾ എന്തൊരു ശാപമുണ്ട്. അപ്പം ശപിക്കപ്പെട്ട ജന്മമെന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ
വിശ്വാസം കൈമാറാതെ ഉടമ്പടി ഇത്രയും വലിയ പെട്ടെന്ന് ഇത്രയും കത്തിപ്പിടിക്കാൻ കാര്യം എന്താണ്? വിശ്വാസ കൈമാറ്റമാണ്. ആരെയും നിർബന്ധമായിട്ട് മതപരിവർത്തനം നടത്തണമല്ലേ, അങ്ങനെ ഒരു ചരിത്രം നമുക്കില്ല. പക്ഷെ ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള സന്തോഷത്തിൽ സദ്വാർത്തയാണ്. അത് പറയാനും പഠിപ്പിക്കാനും വേണ്ടി തന്നെയാണ് ഈ പട്ടം വാങ്ങിച്ചിരിക്കുന്നതല്ല, പള്ളിയിൽ പോയി കല്യാണം പെരുന്നാൾ നടത്താനല്ല. അതിൻ്റെ ബേസിക് സാധനം എന്താണ്? പ്രിയ മകനെ, ആദ്യം തന്നെ ബൈബിൾ നമ്മളെ കൈവച്ച് തരുമ്പോൾ ഡീക്കനാകുമ്പോൾ സമയത്ത് തന്നെ മെത്താച്ച എന്താ പറയുന്നത്? പ്രിയ മകനെ, നീ ഇത് വിശ്വസിക്കണം, വിശ്വസിക്കണത് നീ ജീവിക്കണം, ജീവിക്കണത് നീ മറ്റുള്ളവർക്ക് കൈമാറണം. അതാണ് സംഭവം. ഇപ്പം പട്ടം മേടിച്ചിരിക്കുന്ന ഈ പരിപാടിക്കാണ്. അതാണ് ആ ഒരു സാധനം മൊത്തമാണ് ഈ ഉടമ്പടി വരണത്. അതുകൊണ്ട് ഈ സ്മാർട്ട്നെസ് വരണത് എന്താണ്? നമുക്ക് പ്രസംഗിക്കാൻ അറിയാൻ പാടില്ലെങ്കിലും നമുക്കൊരു സാക്ഷ്യം കിട്ടിയാൽ നമ്മൾ അനുഭവങ്ങൾ പറയും. അപ്പം അത് വിശ്വാസ കൈമാറ്റമായി. കാരണം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഒരു ബന്ധമില്ലാത്ത കാര്യം ആദ്യമേ അടിച്ചു തരി കയറി പറയുമ്പോൾ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകും. അവനെ അനുഭവം കിട്ടുമ്പോൾ അവൻ പറയും. അവനിതുപോലെ വിശ്വാസത്തിൻ്റെ വിഷയങ്ങൾ മറ്റുള്ളവർക്ക് അറിയിക്കും, കൊണ്ടുനടന്ന് അറിയിക്കും. അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ സ്മാർട്ട്നെസ് എന്ന് പറയുന്നത്. എന്താണ്? അനുതാപം. സുവിശേഷം വിശ്വസിക്കണമെന്ന് തന്നെ അനുദപിക്കും. അതിനുശേഷം സുവിശേഷം വിശ്വസിച്ച സുവിശേഷം അതുപോലെ ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരെ അതുപോലെ ചെയ്യും നമ്മൾ. അതതിൻ്റെ പ്രൊഫഷണലിസം. ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ടും ചെയ്യും. അതാണ് ഈ സ്മാർട്ട് സ്പിരിച്വാലിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് എടുത്തിരിക്കുന്ന ഉടമ്പടി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് പെട്ടെന്ന് ഈ മേഖലയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം. റിജി പ്രിൻസൺ, ഞാൻ തൃശ്ശൂർ ജില്ലയിലെ വരന്തരപ്പള്ളി വിമലകൃതനാഥ ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് മകനാണ് വന്നിരിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ അൾത്താരയിലെ 3ാമത്തെ സാക്ഷ്യമാണിത്. ഞാൻ ഉടമ്പടി എടുത്തത് 7/1/2019 ഞാൻ ഉടമ്പടി എടുത്ത് ഞങ്ങൾ ആദ്യം ഇവിടെ ഇല്ലായിരുന്നു, ഞങ്ങൾ ചെന്നൈയിലായിരുന്നു. ഞാനും ഹസ്ബൻഡ് എല്ലാവരും ചെന്നൈയിലായിരുന്നു. ഞങ്ങൾ അവിടെ 2014 ഞങ്ങൾക്ക് ഭാഗമായിട്ട് കുറച്ച് സ്ഥലം കിട്ടിയിരുന്നു. ആ സ്ഥലം വിൽക്കാനായിട്ട് ഞങ്ങൾ ഒത്തിരി പരിശ്രമിച്ചു. ഞങ്ങൾ പല സ്ഥലങ്ങളിലും നേർച്ച നേർന്നും ഞങ്ങളിതിൽ കുറച്ച് സ്ഥലം പള്ളിയിലേക്ക് നേർച്ചയായിട്ട് നേർന്നു കൊടുക്കാമെന്നെല്ലാം പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾക്കത് ഒന്നും സാധിച്ചില്ല. ഞങ്ങൾ 2019 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. ഞാനും ഹസ്ബൻഡും കൂടിയാണ് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഈ വർഷം 2025 ഞങ്ങൾക്ക് ഈ സ്ഥലം വന്ന് കാണാൻ പലരും വന്ന് കാണും. പക്ഷേ ഞങ്ങൾക്കത് പാടാണ്, വഴിയില്ല. പല കാരണങ്ങളാൽ അത് ഒരു റെയിൽവേ ട്രാക്ക് കടന്നു വേണം ഈ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ. ഒരു ചെറിയൊരു ബണ്ട് വഴിയാണ്, അതിനാൽ പോകാൻ പറ്റാത്തതിനാൽ ആരും അത് വേണ്ട എന്നാണ് പറയുക. അതിൽ കുറച്ച് സ്ഥലം ഒരു സൈഡ് പുഴയുടെ ഭാഗമായതുകൊണ്ട് അവർ പറയും അത് ചെളിയായിട്ട് കിടക്കുന്ന സ്ഥലമാണ്, അതിൽ 2 ഏക്കർ കൃഷി ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പല കാരണങ്ങളാണ് പലരും പറഞ്ഞിരുന്നത്. എനിക്കാണെങ്കിൽ ഭാഷ അറിയില്ല. ഞാൻ തമിഴ് അവിടുത്തെ പഠിച്ച് മാതാവ് എന്നെ പഠിപ്പിച്ച് തന്നു. ഞാൻ ഓരോ പാർട്ടി വിളിക്കുമ്പോഴും ഞാൻ അവരോട് എൻ്റെ വായിൽ ഉപ്പ് ഇട്ട് ഞാൻ സംസാരിക്കും അവരോട്. എനിക്കറിയില്ല എങ്ങനെയാണ് ഇത് കച്ചവടം നടത്തുന്നത്. എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒരു പാർട്ടി വരികയും എൻ്റെ സിൽവർ ഗ്രേ ഉടമ്പടിയാണ് ഞാൻ 15ാമത്തെ പുതുക്കലിൽ എൻ്റെ മാതാവ് ഒരാളെ ഇടപെട്ട് കൊണ്ടുവരികയും ആ സ്ഥലത്ത് വന്ന് കാണുകയും അവർ വന്ന് നാട്ടിൽ വരികയും ജൂലൈ മാസത്തിൽ അഡ്വാൻസ് തരികയും 2025 ആഗസ്റ്റ് മാസത്തിൽ അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തി തരികയും ചെയ്തു. ആ സ്ഥലം കാണാൻ വന്നപ്പോൾ അവരും പറഞ്ഞു ഇതുപോലെ പല കാരണങ്ങളും പറഞ്ഞിരുന്നു. പക്ഷേ അമ്മ മാതാവ് അത് ഏറ്റെടുത്ത് നല്ല രീതിയിൽ എനിക്ക് അത് കച്ചവടം നടത്തി തന്നു. അതിന് അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. അത് 2014 തൊട്ട് ഞാനിവിടെ ഹസ്ബൻഡിൻ്റെ പേരിലായ സ്ഥലമാണ്. 11 വർഷമായി അത് വിൽക്കാൻ നോക്കുന്നത്. ഇപ്പോഴാണ് അമ്മ മാതാവ് എനിക്കത് നടത്തി തന്നത്. ഞാൻ 2 പ്രാവശ്യം അച്ഛനെ വന്ന് കാണുകയും വെഞ്ചിരിച്ച കാശ് രൂപ അവിടെ കൊണ്ടുപോയി കുഴിച്ചിടുകയും വിജയകുമാർ സാറിനെ എടുത്ത് വന്ന് 2 പ്രാവശ്യം വന്ന് 2 ചൊവ്വാഴ്ചകൾ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു.
അതിൻ്റെ എല്ലാം ഫലമായിട്ട് പിന്നെ ഡെയിലി ബ്രെഡിൽ ഞാൻ എൻ്റെ ആധാരം വെച്ച് എന്നും പ്രാർത്ഥിക്കും. ആ ഡെയിലി ബ്ലെസ്സിങ് കിട്ടുവാനായിട്ട് ആധാരത്തിന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് എനിക്ക് ആ സ്ഥല കച്ചവടം നടന്നു കിട്ടിയത്. അതിൻ്റെ അവസാന നിമിഷത്തിൽ ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞു, എനിക്ക് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അമ്മ മാതാവേ, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ല, നീ എന്നോട് ഒരു വഴി എനിക്ക് കാണിച്ചു തന്നേ പറ്റൂ. അമ്മ മാതാവേ, ഞാൻ പറയണം നിന്നോടൊരു റേറ്റ്, ആ റേറ്റിന് തന്നെ എനിക്ക് വിറ്റ് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ റേറ്റിന് തന്നെ അമ്മ മാതാവ് എനിക്കത് നടത്തി തന്നു. അതിനും 1000 നന്ദി പറയണോ. അവസാന നിമിഷത്തിൽ ഇതുപോലെ തന്നെ അത് ഞങ്ങൾ നാട്ടിലായതുകൊണ്ട് അവിടെ ആരുമില്ല, അത് പലരും എടുത്തിട്ട് പോവും, അവിടെയുള്ള ആൾക്കാർ എടുത്തിട്ട് പോവും, കയ്യേറി പോവും, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം അമ്മ മാതാവിനെ കരകയറ്റി ഇവിടെ വരേക്കും. എന്നോട് തമിഴ് അറിയില്ല, സംസാരിക്കാൻ അധികമൊന്നും അറിയില്ല, കുറച്ച് മാത്രം. ഭർത്താവിനാണെങ്കിൽ സംസാരിക്കാൻ പറ്റത്തില്ല. ആൾക്ക് 6 വർഷമായിട്ട് സ്ട്രോക്ക് വന്നിരുന്ന വ്യക്തിയാണ്. തളർന്നു കിടന്ന വ്യക്തി ഇപ്പോൾ ഇങ്ങനെയായി മാതാവിനേക്ക് തന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം അമ്മ മാതാവ് നടത്തി തരുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് എല്ലാം നല്ല രീതിയിൽ നടത്തി തന്നു. അതിന് 1000 നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് എൻ്റെ ഒരു മാല കാണാതായിപ്പോയി. അത് ഒത്തിരി ദിവസമായി, 1 മാസത്തോളമായി ഞാൻ നവംബർ മാസത്തിൽ അന്വേഷിച്ച് തുടങ്ങിയതാണ്. പക്ഷെ അതെനിക്ക് കിട്ടണില്ല. ഞാൻ എവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷെ എവിടെയാണെന്ന് അറിയണില്ല. 1 മാസമായി ടെൻഷൻ ആകെ കൂടിപ്പോയി. 4-5 പ്രാവശ്യം ഞാൻ അളമാരിയെല്ലാം തപ്പി. അവസാനം ഞാൻ ഇൻസ്റ്റയിൽ കണ്ടു, പെട്രോളിയം, അച്ഛൻ്റെ ഒരു ടോക്കാണ്, പെട്രോളിയം കത്തണ പോലെ കത്തും, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ എന്ന് 10 പ്രാവശ്യം പറഞ്ഞു. ഞാനിത് കണ്ടതും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് 1-2 ദിവസത്തിനുള്ളിൽ എനിക്ക് പെട്ടെന്ന് ആ മാല എവിടെ ഇരിക്കുന്നത് കണ്ടെത്തുകയും അത് കിട്ടുകയും ചെയ്തു. അതിനിടയിൽ വേറൊരു മാലയും കൂടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ തെരച്ചിലിൻ്റെ ഇടയിൽ ഈ മാലയും കൂടി എവിടെയാണെന്ന് എനിക്ക് അറിയണില്ല. ഞാനത് കഴിഞ്ഞ് പിന്നെ ആകെ ടെൻഷനായി പോയി. ഇതുപോലെ വീണ്ടും എനിക്ക് ഇൻസ്റ്റയിൽ ഇങ്ങനെ തന്നെ വരിക, നീ പെട്രോളിയം കത്തണ പോലെ കത്തും, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തന്നെ ആ മാലയും എനിക്ക് തിരിച്ച് കിട്ടി. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ മകനെ +2-ന് ഞാൻ ഹോൾ ടിക്കറ്റ് കൊണ്ട് ഇവിടെ പരീക്ഷാ സമയത്ത് അച്ഛനെ കണ്ടുവന്ന് പ്രാർത്ഥിച്ചിരുന്നു. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് വീട്ടിലെത്തിയപ്പോൾ മഴവില്ല് കാണാനായിട്ട് സാധിച്ചു. അവൻ +2 പാസ്സാവുകയും ചെയ്തു. അത് 4ാമതായിട്ട് എൻ്റെ മകന് അഡ്മിഷൻ കിട്ടാനായിട്ട് കീമിൻ്റെ എക്സാം എഴുതിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ, എനിക്ക് ഈ കോളേജിൽ മാത്രമേ എനിക്ക് സീറ്റ് വേണ്ടൂ, വേറൊരു കോളേജിലും വേണ്ട. അപ്പോൾ അവർ പറഞ്ഞു, കീം എഴുതിയിട്ടില്ല, അതിനാൽ കിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ വേറെ എവിടെയും അന്വേഷിച്ചില്ല, പലരും പറഞ്ഞു എന്നോട് പോയി അന്വേഷിക്കാൻ. ഞാൻ പോയില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ, നീ എന്നെ കൈവിടരുത്. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞു. ഞാൻ ഈ രജിസ്ട്രേഷൻ ഓഗസ്റ്റ് മാസത്തിൽ ചെന്നൈ പോയി. എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മ മാതാവിൻ്റെ വലിയ കൃപയാൽ അവർ വിളിക്കുകയും ആ കോളേജിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഞങ്ങൾ ചെന്നൈയിലേക്ക് രജിസ്ട്രേഷന് പോകുമ്പോൾ അമ്മ മാതാവിനെ കൂടെ കൊണ്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ കാറിൽ പോകുമ്പോൾ പില്ലോ വെച്ച് അതിൻ്റെ മേളിൽ മാതാവിൻ്റെ സ്റ്റാച്ചു വെച്ചാണ് ഞങ്ങൾ പോയത്. എനിക്ക് സംസാരിക്കുവാനോ എൻ്റെ കൂടെ സംസാരിക്കുവാനോ എനിക്ക് ആരുമില്ല, അമ്മ മാതാവ് മാത്രമാണുള്ളത്. ഇവിടെ നിന്ന് യാത്രയായി രാവിലെ ഒരു 4:45 ഞങ്ങൾ പെട്ടെന്ന് ഞാനൊന്ന് മയങ്ങിപ്പോയി. ഒരു സ്വപ്നം കണ്ടു. പെട്ടെന്ന് എന്തോ ഇടിക്കാൻ പോണ വണ്ടി ബ്രേക്ക് കിട്ടാത്ത പോലെ ഇങ്ങനെ എന്തൊരു സൗണ്ട് പോലെ എനിക്ക് തോന്നി. കണ്ണ് തുറന്നതും പെട്ടെന്നൊരു ഷെയ്ക്ക് ആവലും അമ്മ മാതാവ് എൻ്റെ മടിയിൽ തലവണയിലാണ് ഇരുന്നിരുന്നത്. മാതാവ് ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് വണ്ടി ഡ്രൈവർ ഉറങ്ങിപ്പോയി. ആൾ പെട്ടെന്ന് എഴുന്നേറ്റു, ഡോറ് നിർത്തി. ആളൊന്നും പറയണില്ല, ഡോറ് നിർത്തി പുറത്ത് പോയി നോക്കി. പക്ഷെ ആൾ ഉറങ്ങിപ്പോയതായിരുന്നു. അതിന് വലിയൊരു അപകടത്തിൽ ഞങ്ങളെ കാത്തുരക്ഷിച്ചു. അതിനും 1000 നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ സ്ഥലം വിറ്റതിന് ശേഷം ഞങ്ങൾക്ക് 3 പള്ളികൾക്കായിട്ട് ഞങ്ങൾ പൈസ കൊടുക്കാൻ സാധിച്ചു. അതിനും വലിയ ഉപരിയായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത് ഒരു ഭവനം പണിയുവാനായിട്ട്. ഒത്തിരി കഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ഒരു മക്കളായിരുന്നു. അവരുടെ ഭവനം പണിയുവാനായിട്ട് ഞങ്ങൾക്ക് പൈസ കൊടുക്കാൻ സാധിച്ചു. അതിനും 1000 നന്ദി പറയുന്നു. മെഡിക്കൽ കോളേജിൽ ആരോരുമില്ലാത്ത രോഗികളുണ്ട്. അവരുടെ അടുത്ത് പോയിട്ട് അവർക്ക് മാസത്തിൽ ഒരിക്കലും ഞങ്ങൾ 4 പേര് കൂടിയിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം വെച്ച്, നോൺ വെജായിട്ടുള്ള ഭക്ഷണം വെച്ച് അവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതിനമ്മ മാതാവിന് ഇപ്പോൾ ഒരു 2 വർഷത്തോളമായി ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് അതിന് 1000 നന്ദി പറയുന്നു.
6 പ്രാവശ്യം ഇവിടുത്തെ അഖണ്ഡ ജമാലയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. എൻ്റെ കുടുംബത്തിൽ എൻ്റെ മകൾ 5 പ്രാവശ്യത്തോളം പങ്കെടുത്തിരുന്നു. ആ മകൾക്ക് 2 മക്കൾക്ക് വരാൻ പറ്റിയിട്ടില്ല. അവരെയും പ്രത്യേകം സമർപ്പിക്കുന്നു. അവർക്കും കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. 2ാമത്തെ മകൾക്ക് വളരെയധികം എപ്പോഴും ടിക്കറ്റ് കിട്ടാൻ മംഗലാപുരത്തേക്ക് പോകണം, ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ, ഈ മകളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അമ്മ മാതാവ് തന്നെ ഇവർക്ക് ഒരു അടയാളം കാണിച്ചു കൊടുക്കണമേ. ഇവർക്കും 2-3 ദിവസത്തിനുള്ള തക്കലിൽ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ഒന്നുമില്ലെന്ന് പറഞ്ഞ് വളരെ ബുദ്ധിമുട്ടിയിരുന്നു. പലരും പലതരത്തിൽ സാധാ ടിക്കറ്റിന് പോകാമെന്ന് പറഞ്ഞിരുന്നു. മകളുടെ വിശ്വാസത്തിന് വേണ്ടി അമ്മ മാതാവ് ഒരു അടയാളം കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് മകൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ടിക്കറ്റ് ലഭിക്കുകയും ആ മകൾക്ക് അതിൽ പോകാൻ സാധിക്കുകയും ചെയ്തു. അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. ആത്മീയ ജീവിതം ഡെയിലി പ്രാർത്ഥിക്കാറുണ്ട്, ബൈബിൾ വായിക്കാറുണ്ട്, ഡെയിലി കുർബാനയ്ക്ക് പോവും. കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ വളരെയധികം വിഷമമാണ്. ഒരു ദിവസം പോലും കുർബാന മുടങ്ങത്തില്ല. എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് പോവും. എല്ലാത്തിനും 1000 അമ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. നിത്യത വരെ അമ്മയോട് കൂടി ആയിരിക്കുവാനായിട്ട് ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഈശോയെ നന്ദി, 1000 നന്ദി പറയുന്നു. ഞങ്ങൾ 5 പേര് ഫുഡ് കൊടുക്കണവരുണ്ട്. അതിൽ ഞങ്ങൾ 5 പേരുടെ വീട്ടിൽ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് സെപ്റ്റംബറിലും ഒക്ടോബറിലുമായിട്ട് അഖണ്ഡ ജപമാല ഓരോ ദിവസം വെച്ച് ഞങ്ങൾക്ക് നടത്താനായിട്ട് സാധിച്ചു. അതും അമ്മ മാതാവിൻ്റെ വലിയൊരു കൃപയാലാണ് സാധിച്ചത്. എനിക്കറിയില്ല, എല്ലാവരും എന്നോട് പറയും, നീ പ്രാർത്ഥിക്കുക. എനിക്കൊന്നും അറിയത്തില്ല. പക്ഷേ അമ്മ മാതാവ് ഓരോരുത്തരായിട്ടും എന്നോട് പ്രാർത്ഥിക്കാൻ പറയാനായിട്ട് അങ്ങനെ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തരെ കേൾക്കാനായിട്ട് ഓരോ ദിവസവും അമ്മ മാതാവേ, എൻ്റെ മക്കൾ ചീത്ത പറയും, ഏത് നേരം ഫോൺ വിളി മാത്രമേ ഉള്ളൂ. പക്ഷേ അമ്മ മാതാവ് ഓരോരുത്തരെയും എനിക്ക് അവരുടെ വിഷമങ്ങൾ എന്നോട് പറയുമ്പോൾ അവർക്കൊരു സമാധാനം എന്ന് പറയുകയും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനും 1000 നന്ദി പറയുന്നു. ഈശോയ്ക്കും തമ്പുരാന് 1000 നന്ദി. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പരിപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സങ്കീർത്തനം 91, 11, 12 വചനങ്ങളാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതം നാം നയിക്കുമ്പോൾ നമ്മുടെ ജീവിത വഴികളിൽ നമ്മെ കാത്തു പരിപാലിക്കുന്ന, നമുക്ക് കാവൽ നിൽക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് ഉടമ്പടി മക്കളെ കാത്തു പരിപാലിക്കുന്നത്. നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നമ്മുടെ ജീവിത വഴികൾ ദൈവത്തിൻ്റെ കൺമുൻപിലുണ്ട്. വീഴാതിരിക്കാൻ ദൈവം തൻ്റെ കൈകളിലാണ് നമ്മെ ചുമക്കുന്നത്. നമ്മുടെ എല്ലാ വഴികളിലും, സന്തോഷമായാലും കഷ്ടത നിറഞ്ഞ വഴികളായാലും ദൈവം നമുക്ക് കാവലായിട്ടുണ്ട്. നമ്മുടെ കാൽ ഒരിക്കലും കല്ലിൽ തട്ടാതെ സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ്. ദൈവത്തിൻ്റെ ദൂതന്മാരാണ് നമ്മുടെ കാവൽക്കാരായിട്ടുള്ളത്. പരിശുദ്ധ അമ്മ നമ്മെ സംരക്ഷണത്തിൻ്റെ വഴിയിലൂടെയാണ് നമ്മളെ കരം പിടിച്ച് നയിക്കുന്നത്. അതിലൂടെയുള്ള ഒരു വലിയൊരു സാക്ഷ്യമാണ് റിജി പ്രിൻസൺ എന്ന മകൾ നമ്മളോട് പങ്കുവച്ചത്. 15 പ്രാവശ്യം പുതുക്കിയ ഒരു ഉടമ്പടി ജീവിതം. ഇത്രയും പ്രാവശ്യം പുതുക്കണമെങ്കിൽ ഈ മകളുടെ ജീവിതത്തിൽ ദൈവത്തിനെ ഒരു കാത്തുപരിപാലനയുടെ ഒരു ദൈവത്തിൻ്റെ കൈപിടിച്ച് നയിക്കുന്ന ഒരു അനുഭവം ഈ മകളുടെ ജീവിതത്തിലുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് 15 പ്രാവശ്യം പുതുക്കിയിട്ടാണ് ഈ മകൾ. ഇത് 17ാമത്തെ പുതുക്കലാണ് ഇന്ന്. ഇത്രയും അമ്മയെ എക്സ്പീരിയൻസ് അനുഭവിച്ചറിഞ്ഞ, ഈശോയും അമ്മയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ഒരു മകളാണ് പരിശുദ്ധ അമ്മയുടെ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വീണ്ടും സാക്ഷ്യത്തിനായി ഇവിടെ വന്ന് നിൽക്കുന്നത്. ഈ മകൾ പറഞ്ഞത്, കുറേ വർഷങ്ങളായി കച്ചവടം നടത്താതിരുന്ന ഒരു സ്ഥലം, വഴിയില്ല, റെയിൽവേ ട്രാക്കാണ് മുകളിൽ, ഒരു ചെറിയ ഇടുങ്ങിയ നാരോ വേ കൂടിയാണ് ആ സ്ഥലത്തേക്കുള്ള വഴി. വിൽക്കാൻ യാതൊരു രക്ഷയില്ല, അസാധ്യമായിട്ടാണ്, സാധാരണക്കാർ മേടിക്കാൻ സാധ്യത കുറവാണ്. അവിടെയാണ് അച്ഛൻ കൊടുത്ത കാശ് രൂപവും ഇട്ട് ഡെയിലി പ്രാർത്ഥിച്ചത്. ഡെയിലി ബ്രെഡിൽ വെച്ചും ആധാരം വെച്ച് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും ഈ മകൾ ഈ സ്ഥലത്തിനുള്ള റേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയൊന്നും ഈശോയും അമ്മയും കേൾക്കാതിരുന്നില്ല. അവരുടെ ആഗ്രഹം അനുസരിച്ച് തന്നെ ആ കച്ചവടം നടത്താൻ സാധിച്ചു. ഈ മകൾ എപ്പോഴും പറയും, ജോസഫ് അച്ഛൻ എപ്പോഴും പ്രാർത്ഥന പറയും, നിങ്ങളുടെ പ്രാർത്ഥന പെട്രോളിയം പോലെ കത്തണമെങ്കിൽ നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി തീർക്കണമേ.
അമ്മേ എന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന പെട്രോളിയം വില കത്തും, പെട്ടെന്ന് സാധിക്കും എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയാറുണ്ടായിരുന്നത്. അതുപോലെയാണ് ഈ മകളും പ്രാർത്ഥിച്ചത്. ഈ മകളുടെ ജീവിതത്തിൽ പലതും പെട്രോളിയം പോലെ കത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഈ മകൾ 17ാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കിയിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നിൽക്കുന്നത്. മകൻ്റെ +2 എക്സാമിന് ഹോൾ ടിക്കറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. അവിടെയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈ മകളുടെ കൂടെ ഉണ്ടായിരുന്നു, ഒരു മഴവില്ലിൻ്റെ രൂപത്തിൽ. അമ്മ ഒരിക്കലും നമ്മളെ കൈവിടില്ല, കാത്തുപരിപാലിക്കുന്ന ഒരമ്മയാണ്, ഈശോയാണ് നമ്മുടെ കൂടെയുള്ളതെന്നാണ് ഈ മകളുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. BTech എക്സാമിന് മകന് പഠിക്കാനുള്ള സീറ്റിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച കോളേജിൽ ആകണമെന്നാണ് ഈ മകൾ അമ്മയോട് പറഞ്ഞത്. സ്വന്തം അമ്മയോട് പറയുന്ന ഒരു മകളെ പോലെയാണ് പ്രാർത്ഥിച്ചത്. അതും ഈശോയും അമ്മയെ നടത്തിക്കൊടുത്തു. പിന്നെ യാത്രയിലുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്, ഒരനുഭവമാണത്. അമ്മയെ സ്വപ്നം കണ്ട് അമ്മയുടെ രൂപമുണ്ടായിരുന്ന മടിയിലേക്ക് വീണതും പെട്ടെന്ന് ഇവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് ഒരു സ്വപ്നം പോലെയാണ് എഴുന്നേറ്റത്. ഡ്രൈവർ ഉറങ്ങിപ്പോയിരുന്നു. അന്നേരം ഏതോ ഒരു അപകടത്തിൽ നിന്നാണ് അമ്മ വലിച്ചത്. ഇവിടെയാണ് നമ്മൾ പറയുന്നത്, ഒരു കാത്തു പരിപാലിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ദൂതന്മാരെയാണ് കാവലേൽപ്പിച്ചിരിക്കുന്നത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മുടെ പാദം ഒരിക്കലും കല്ലിൽ തട്ടാൻ സൂക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അന്ന് അവർക്കൊരു ആക്സിഡൻറ്റ് പറ്റാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവരെ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു. പിന്നെ മാതാവിൻ്റെ സ്റ്റാച്യു അവരുടെ മടിയിൽ വീഴ്ത്തി അവരെ ഉണർത്തി എഴുന്നേൽപ്പിച്ചു. അങ്ങനെ അന്ന് ആ അപകടത്തിൽ നിന്നാണ് അവരെ സംരക്ഷിച്ചത്. ഇതൊക്കെയാണ് സഞ്ചാരി മാതാവിൻ്റെ ഓരോ കെയറിങ്, ഓരോ കാവൽ പോലെ നമ്മളെ കാത്തു പരിപാലിക്കുന്ന ഒരു സ്നേഹമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നത്, നമുക്ക് അനുഭവിക്കുന്നത്. 6 പ്രാവശ്യം മകൻ്റെ ജപമാലയിൽ വന്ന് പ്രാർത്ഥിച്ചു. ഒരു നല്ല ഭക്തിയോടെ വിശ്വസ്തയോടെ നിത്യത വരെ ദൈവത്തിൻ്റെ കൂടെ നിന്ന് ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതം നയിക്കാനാണ് ഈ മക്കളുടെ ആഗ്രഹം. ഇന്ന് ഈ കുടുംബത്തോടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നതും രോഗിയായിരുന്ന ഒരു ഹസ്ബൻഡായിരുന്നു. പല പ്രാവശ്യം അവർ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ആ ഹസ്ബൻഡുമായിട്ടാണ് എന്ത് കഷ്ടതയാണേലും ദുഃഖമാണേലും എല്ലാം സഹിച്ചും സഹകരിച്ചും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ദൈവം താങ്ങി നിർത്തുന്ന ദൈവം കാവലുണ്ട് എന്ന പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഈ കുടുംബം ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ സന്നിധിയിൽ വന്ന് ഈശോയിലും അമ്മയിലും നമുക്ക് നമ്മുടെ സുരക്ഷയും സമാധാനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാ വഴികളിലും ഈശോയുടെ സംരക്ഷണത്തിൽ നമ്മെ നിലനിർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. റിജി പ്രിൻസിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ, അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും കുടുംബമായി ഒരുമിച്ച് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് സാക്ഷ്യം പറയാനുള്ള അവസരത്തിന് 1000 നന്ദി പറയുന്നു. ഇത് എൻ്റെ 2ാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ്. അത് എൻ്റെ മകൻ ജുവാൻ്റെ രോഗസൗഖ്യത്തെ കുറിച്ചുള്ള സാക്ഷിയാണ്. ആദ്യത്തേതും അവൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ചുള്ള സാക്ഷിയായിരുന്നു. ഇതും അസുഖമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത വേറൊരു അസുഖം രോഗസൗഖ്യം ലഭിച്ചതിനുള്ള സാക്ഷ്യം. കഴിഞ്ഞ ഓഗസ്റ്റ് 9 എൻ്റെ മോനൊരു പനി വന്നു. ഞങ്ങൾ ഒമാനിലായിരുന്നു. സാധാരണ ഒരു പനി. രാവിലെ പനി വന്നെങ്കിൽ ഞങ്ങൾ അന്ന് വൈകിട്ട് ഡോക്ടറെ കാണിച്ചു. ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്തു. 2 ദിവസം ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് കുറയാണ്ടായപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, അഡ്മിറ്റായി ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു. അഡ്മിറ്റായി ഞങ്ങളങ്ങനെ 2 ദിവസം കിടന്നു. പനി അവൻ്റെ കുറഞ്ഞു. ഇൻഫെക്ഷൻ ഉണ്ടായതിൻ്റെ അവർ ഡെങ്കു ആണോ അല്ലെ H1N1 ആണോ അതൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ അതും നോർമലായി നെഗറ്റീവ് ആയതുകൊണ്ട് പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. 13 വെളുപ്പിന്. അതിന് തൊട്ട് മുമ്പ് വരെ അവൻ വളരെ ആക്റ്റീവായിട്ട് കളിച്ച് ഡോക്ടർ കൈമത്തെ ട്രിപ്പ് പോയിക്കൊണ്ടിരുന്ന ട്യൂബ് അത് ഊരിത്തരാം മോൻ കളിച്ചോ എന്ന് പറഞ്ഞ് അത്ര ആക്റ്റീവായിട്ട് അവൻ കളിച്ചുകൊണ്ടിരുന്ന് അവനെയാണ് ബെഡിൽ ഉറക്കാനായിട്ട് ഞാൻ കെടുത്തി. അപ്പോൾ തന്നെ നല്ല ക്ഷീണം കൊണ്ട് അവൻ ഉറങ്ങിപ്പോയായിരുന്നു. ഞാനും ലൈറ്റ് കെടുത്തി, മൂത്തവനെയും കെടുത്തി. ബെഡിലേക്ക് കിടക്കാൻ വരുന്ന ഗ്യാപ്പിൽ അവന് ബെഡിൽ എഴുന്നേറ്റിരുന്നു. വൊമിറ്റ് ചെയ്ത സമയത്ത് ആളുടെ റെസ്പോൺസ് കുറഞ്ഞു. ഫേസിൻ്റെ അവിടെ ബ്ലൂ കളറായിരുന്നു. അപ്പോൾ ഞാൻ നഴ്സിനെ വിളിച്ചു. പറഞ്ഞപ്പോൾ അവർ പ്രോബ് വന്ന് കണക്ട് ചെയ്ത് സാച്ചുറേഷൻ ചെക്ക് ചെയ്തപ്പോൾ കുറവായിരുന്നു. പക്ഷെ അത് വീണ്ടും നോർമലായി. അങ്ങനെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഉണ്ടായി, അതും നോർമലായി സാച്ചുറേഷൻ. 3ാമത് വീണ്ടും സാച്ചുറേഷൻ ഡൗൺ ആയി പോയി. അതിനുശേഷം പിന്നെ അവൻ കോൺഷ്യസ് ആയിട്ടില്ല. അവൻ്റെ ഒട്ടും റെസ്പോൺസ് ഇല്ല. മരിച്ചതിന് തുല്യമായിട്ടാണ് അവൻ എടുക്കണേ. കണ്ണൊക്കെ മറിഞ്ഞു.
അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് അത് ഫിക്സ് വന്നതിൻ്റെയാണ്, അത് ഉടനെ വെന്റിലേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ പീഡിയാട്രിക് ICU ഇല്ല, അവർ എയർവേ ചെയ്തു. പീഡിയാട്രിക് ICU ഉള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അവിടെ അഡ്മിഷനൊക്കെ അങ്ങനെ പീഡിയാട്രിക് ICU ഉള്ള ഹോസ്പിറ്റലിൽ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി. അവിടെ ചെന്ന് ഡോക്ടർ പറഞ്ഞത്, ന്യൂറോ ഡോക്ടർ പറഞ്ഞത്, ഇവൻ്റെ ഫിക്സ് നമുക്ക് പുറത്തേക്ക് കാണുന്നത് കൂടാതെ ബ്രെയിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഫിക്സ് പല സൈഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെഡേഷൻ കൊടുക്കുക. അങ്ങനെ ഫിക്സ് സ്റ്റോപ്പ് ആവുന്ന രീതിയിൽ അവർ സെഡേഷൻ്റെ ഡോസ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് മെഡിക്കലി കോമയിലാക്കണ രീതിയിൽ എത്തിയിട്ടാണ് അവൻ്റെ ഫിക്സ് സ്റ്റോപ്പായത്. പക്ഷേ അങ്ങനെ നമുക്ക് 2 ദിവസത്തിനും കൂടുതൽ അങ്ങനെ കെടുത്താൻ പറ്റില്ല, ഡോസ് കുറച്ച് കൊണ്ടുവരണം. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വെന്റിലേഷൻ സപ്പോർട്ടോടും ഡോക്ടറും നേഴ്സും ഒക്കെ കൂടി ഞങ്ങൾ അവനെ എയർലിഫ്റ്റ് ചെയ്തു, അമൃതയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇവനവിടെ ICUവിൽ കിടന്ന ഒമാനിലെ ICUവിൽ കിടന്ന സമയത്തെല്ലാം നല്ലൊരു ദൈവം കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയതും. ഇവൻ ICUവിൽ കിടന്ന സമയത്ത് ആദ്യത്തെ 13-ാം തീയതി അഡ്മിറ്റ് ആയത്. 15-ാം തീയതി ഇവിടെ അവൻ ICUവിൽ എടുക്കുന്ന ഫോട്ടോയും കൊണ്ട് മമ്മിയും ചേട്ടനും കൂടി വന്നിട്ട് ഫോട്ടോ അച്ഛനെ കാണിക്കാനായിട്ട് ഇവിടെ കൃപാസനത്തിൽ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അച്ഛനന്ന് ഇവിടെ ടോക്കൺ എടുത്ത് കാണുന്നത് കഴിഞ്ഞു. അയർലൻഡിലേക്ക് പോകാനായിട്ട് കാറിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് നിന്നപ്പോൾ ഫോട്ടോ കൊണ്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ മാതാവിൻ്റെ സമർപ്പിച്ചിരിക്കുന്നു എന്ന് അച്ഛൻ അന്ന് പറഞ്ഞ് അവൻ്റെ ഫോട്ടോയിൽ കൈവച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അന്ന് തന്നെ രാവിലത്തെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ കുട്ടികൾക്ക് വേണ്ടി, രോഗം ഉള്ള കുട്ടികൾക്ക് വേണ്ടി, അത് കുറഞ്ഞും വീണ്ടും വരുന്നു ആ അവസ്ഥയിലുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചായിരുന്നു. അത് കഴിഞ്ഞ് വന്ന 19-ാം തീയതിയിലത്തെ ചൊവ്വാഴ്ചയിലത്തെ ധ്യാനത്തിൽ ഇവൻ്റെ അടുത്ത് ആ ധ്യാനം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും രോഗസൗഖ്യ പ്രാർത്ഥന കഴിഞ്ഞ് നിങ്ങളുടെ ഏതെങ്കിലും ആവശ്യങ്ങൾ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് സമർപ്പിച്ച് മൗനമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് ഇവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, ബ്രെയിൻ അസുഖമുള്ള വ്യക്തിയെ സുഖപ്പെടുത്തുന്നതായിട്ട് അച്ഛൻ്റെ മെസ്സേജ് കിട്ടുന്നതായിട്ട് പറഞ്ഞു. അതൊക്കെ ഈ ഇത്രയും ദിവസങ്ങൾ മൊത്തം 71 ദിവസമാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നത്, 55 ദിവസം ICUവിലും. ആ സമയത്തൊക്കെ പിടിച്ചിരിക്കാനുള്ള ശക്തി കിട്ടിയത് ഈ ഒരു വിശ്വാസവും ധ്യാനത്തിലൂടെയുള്ള അച്ഛൻ്റെ ഓരോ മെസ്സേജസും ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തു, അമൃതയിലെത്തി. അപ്പോൾ ഡോക്ടേഴ്സ് ഞങ്ങളോട് ആദ്യം പറഞ്ഞത്, നിങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള കുട്ടി എന്തോരം തിരിച്ചു വരുന്നത് ഞങ്ങൾക്ക് അവർക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, പിന്നെ ടൈം എടുക്കും. അതുപോലെ ഫിനാൻഷ്യലി ആയാലും നമ്മൾ ഹോസ്പിറ്റലിൽ അത്രയും ദിവസം നിൽക്കാനുമായിട്ടുള്ള ഞങ്ങളെ മെൻ്റലി പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു കൗൺസിലിംഗ് ആയിരുന്നു അവിടുന്ന് ആദ്യം ഞങ്ങൾക്ക് തന്നിരുന്നത്. ഇതേപോലെ സെയിം അസുഖം വന്ന കുട്ടികൾ, കോംപ്ലക്സ് ആയിട്ടുള്ളൊരു അസുഖമാണ്, പക്ഷേ അതുപോലെ അസുഖം വന്ന കുട്ടികൾ അവിടെ 7 മാസമായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും ടൈം എടുക്കും എന്നുള്ളൊരു കൗൺസിലിംഗ് ആയിരുന്നു ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്നിരുന്നത്. അങ്ങനെ ഞങ്ങളെ മെൻ്റലി പ്രിപ്പയർ ചെയ്തു. പക്ഷേ അപ്പോഴും നമ്മൾ അതിൻ്റെ കൂടെ ഡോക്ടർ ഒരു കാര്യം കൂടി പറഞ്ഞു, ഇവന് കോംപ്ലക്സ് ആയിട്ടുള്ളൊരു മുന്നത്തെ ഒരു അസുഖത്തിന് ഞാൻ സാക്ഷ്യം പറഞ്ഞെന്ന് പറഞ്ഞല്ലോ, അതും ഒരു കോംപ്ലക്സും റയറായിട്ടുള്ളൊരു അസുഖമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആ ഒരു അസുഖമുള്ള ഒരു കുട്ടി, അതും ആൺകുട്ടിയാണെങ്കിൽ ജീവിക്കില്ലായിരുന്നു, 7 വർഷം നിങ്ങൾക്ക് ഇവനെ കിട്ടിയത് ഭാഗ്യമാണെന്നാണ് ഞങ്ങളോട് ഡോക്ടർ അന്ന് ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞതും. അപ്പോൾ അത് ഭാഗ്യമല്ല, നമുക്ക് പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ് മോനെ. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് ഡോക്ടർ ഇങ്ങനെ നമ്മളെ കൗൺസിലിംഗ് ചെയ്തെങ്കിൽ ഇതിൽ നിന്നും രക്ഷപ്പെട്ട് അവൻ ആക്റ്റീവായിട്ട് വരും. ഇവിടെ സാക്ഷ്യം പറഞ്ഞ ഇവന് വേണ്ടി സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ഇതാണ് ഞാനിവിടെ. അപ്പോൾ അത് ആരും അന്ന് സാക്ഷ്യം പറഞ്ഞ കുട്ടിയിലെ വയ്യാണ്ട് കിടക്കുന്നതെന്ന് എന്നോട് ആരും ചോദ്യം ചെയ്യേണ്ടി വരരുതല്ലോ. അതും മാതാവിനും കൂടി അതിലപ്പോൾ അവനെ ഓക്കെ ആക്കിയിട്ട് വരത്തേണ്ട ഒരു ഉത്തരവാദിത്തം ഇതുണ്ടല്ലോ. അപ്പോൾ വരും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയണത് ഇപ്പോൾ മെഡിക്കലി കോമയിലാക്കിയിട്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ സ്വയം ശ്വാസം പോലും എടുക്കുന്നില്ല. അവിടെ നിന്ന് ആ സെഡേഷൻ്റെ ഡോസ് കുറച്ച് കൊണ്ടുവരിക, അപ്പോൾ ഫിക്സ് വരും, അതിനെ ട്രീറ്റ് ചെയ്യുക, ആ രീതിയിലായിരുന്നു അവരുടെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ കുറച്ച് കൊണ്ടുവരുമ്പോൾ അവന് വീണ്ടും ഫിക്സ് വരും. അങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്.
ഞങ്ങളിവിടെ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഹസ്ബൻഡും കൂടി വന്ന് വീണ്ടും ഉടമ്പടി എൻ്റെ പുതുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നു. വരുന്നതിൻ്റെ തലേദിവസം ഞാൻ ഇവൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ സെഡേഷൻ്റെ ഡോസ് കുറച്ച് തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് കുറച്ച് തുടങ്ങിയപ്പോൾ അവൻ കണ്ണൊക്കെ തുറക്കാൻ തുടങ്ങിയായിരുന്നു. ഞാൻ അവനെ കാണാനായിട്ട് ചെന്നപ്പോൾ അവൻ കണ്ണ് തുറന്ന് കിടക്കുകയാണ്. അപ്പോൾ സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചു സംസാരിച്ചോട്ടെ എന്ന് ചോദിച്ചു. സംസാരിച്ചോളാം പറഞ്ഞു. അവൻ അങ്ങനെ സെഡേഷനിൽ കിടക്കുകയാണെങ്കിൽ നമ്മൾ ഉപബോധ മനസ്സിലത് കേൾക്കുന്നുണ്ടായിരിക്കുന്ന ഒരു മുന്നേ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ അടുത്ത് പോയിട്ട് ചേട്ടിൽ പറഞ്ഞു അമ്മ നാളെ കൃപാസനത്തിലേക്ക് പോകുന്നു അവനോട് പറഞ്ഞു. അപ്പോൾ 16 ദിവസത്തിന് ശേഷം അന്നാണ് അവൻ ആദ്യമായിട്ട് അവൻ്റെ റെസ്പോൺസ് ഞങ്ങൾ കണ്ടത്. ചിരിച്ചു അവനൊന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അത്രയും ദിവസം ഒരു അനക്കൂലാണ്ടോ കിടന്നിരുന്നത്. അത് അവൻ ചിരിച്ചതും ഞാനിങ്ങനെ കൃപാസനത്തിൽ പോവാമെന്ന് പറഞ്ഞപ്പോഴാണല്ലോ. അപ്പോൾ എനിക്ക് വീണ്ടും നല്ല ധൈര്യമായി. അങ്ങനെ ഞങ്ങൾ നല്ല ഇനിയും എല്ലാം ഓക്കെ ആവുന്നുള്ള വിശ്വാസത്തിലാണ് വീണ്ടും കൃപാസനത്തിലേക്ക് അന്ന് പിറ്റേ ദിവസം വന്നു ഇങ്ങോട്ട്. അങ്ങനെ ഉടമ്പടി പുതുക്കി ഞങ്ങൾ പ്രാർത്ഥിച്ച് തിരിച്ചു ചെന്നു. പക്ഷെ തിരിച്ചു ചെന്നപ്പോൾ അവന് വീണ്ടും ഫിക്സ് വന്നിട്ട് കിടക്കേണ്ടതാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ ഇൻഫെക്ഷൻ ചെറുതായിട്ട് പനി ഉണ്ടായിരുന്നു. ഇൻഫെക്ഷൻ വന്നിട്ട് ഫിക്സ് വീണ്ടും വന്നേക്കായിരുന്നു. പിന്നെ അവർ വീണ്ടും അത് മരുന്നിൻ്റെ ഡോസ് കുറച്ച് തുടങ്ങിയപ്പോഴാണല്ലോ ഫിക്സ് വന്നത്. അപ്പോൾ വീണ്ടും മരുന്ന് കൊടുത്തു. അങ്ങനെ മരുന്ന് ഡോസ് പിന്നെയും കുറയ്ക്കുമ്പോൾ എല്ലാ ചൊവ്വാഴ്ചകളിലായിരിക്കും സാറ് അവനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറയാം. അവർ ICUന്ന് ഷിഫ്റ്റ് ചെയ്യണേക്കാളും മുന്നേ മെഡിസിൻ്റെ ഡോസൊക്കെ കുറച്ച് ഇഞ്ചക്ഷൻ പോണ ഫിക്സിൻ്റെ മരുന്നുകളൊക്കെ ഗുളികയാക്കും. ആ സമയത്താണ് ഇവന് വീണ്ടും ഫിക്സ് വരാറ്. മരുന്ന് ഇഞ്ചക്ഷൻ കുറച്ച് ഗുളികയാക്കുമ്പോൾ. അങ്ങനെ പിന്നത്തെ ഒരു ദിവസം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മാതാവിനെ കാണാൻ വേണ്ടി അവിടെ എന്തായാലും ICUവിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മാതാവിനെ കാണാമെന്ന് പറഞ്ഞ് ഞാൻ ഹസ്ബൻഡും കൂടി ഒരു ദിവസം ഇവിടെ വന്നു. ഇവിടെ ഇരുന്ന് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചു പോയുള്ളൂ. അന്നപ്പോൾ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എനിക്ക് അച്ഛനെ കാണാനും പറ്റിയായിരുന്നു. അന്ന് അല്ല ഞാനും മമ്മിയും കൂടിയാണ് വന്നത്. അതിന് മുൻപ് വന്നപ്പോൾ അവിടെ ഇരുന്ന് മാതാവിനെ കണ്ട് കൊന്തളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ മാതാവിനെ നോക്കിയിട്ട് മാതാവിൻ്റെ മുഖത്ത് നോക്കും, ഇവിടെ തലയിൽ കൈ തൊട്ട് പ്രാർത്ഥിക്കുന്നവരോട് സംസാരിക്കും. അപ്പോൾ ഞാൻ മാതാവ് ഇത്ര അടുത്തുനിന്ന് അച്ഛനോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളോട് സംസാരിച്ചൂടെ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഷട്ട് ഡൗൺ എന്നൊരു വേർഡ് ഇങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ വന്നു, കേട്ടു ഞാനത്. അപ്പോൾ ഇവൻ്റെ രോഗത്തിൻ്റെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഫയേഴ്സ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതായത് ഒരു കാട്ടു തീ കത്തിയ പോലത്തെ അവസ്ഥ. തീ ഫയർ എഞ്ചിൻ വന്ന് നമ്മൾ അടച്ചാലും ചിലപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും മാർഗങ്ങൾ ഉപയോഗിച്ച് അടച്ചാലും അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് തീപ്പൊരി കിടന്നാൽ വീണ്ടും കത്തി വരാം. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഷട്ട് ഡൗൺ ഞാൻ ആ കൂടി കമ്പ്യൂട്ടറിൻ്റെ ഷട്ട് ഡൗൺ മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഞാൻ വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കി ChatGPTയിൽ അടിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ ഇലക്ട്രിക്കൽ സപ്ലൈ ഒക്കെ സ്റ്റോപ്പ് ആവണമെന്നുള്ളതിനും അത് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പിന്നെയും ഒരു ധൈര്യം കിട്ടാൻ ഇതൊക്കെ ധൈര്യം ശക്തി ഇതൊക്കെ തന്നായിരുന്നു. മാതാവ് എന്നോട് സംസാരിച്ചായിട്ട് ഞാനത് വിശ്വസിച്ചു. അങ്ങനെ വീണ്ടും തിരിച്ച് അവനെ കാണാൻ ചെന്നു. അന്ന് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെയാണ് അന്ന് കൃപാസനത്തിലേക്ക് ഞങ്ങൾ ഇങ്ങോട്ട് പോരാൻ നിൽക്കുന്ന സമയത്ത് അവനെ പോയി ഞാൻ കാണുമ്പോൾ അവൻ കുറച്ച് ഫിക്സ് ഇതുപോലെ മരുന്ന് കുറച്ചപ്പോൾ വീണ്ടും വന്നിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഡോക്ടർ അപ്പോഴൊന്നും വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റണ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങളിവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞു 2 മണിക്കൂർ നേരത്തേക്ക് അവനെ വെൻ്റിലേറ്ററിൽ നിന്ന് എടുത്ത് നോക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കുമ്പോൾ ആ ന്യൂസ് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഇങ്ങോട്ട് പോരുമ്പോൾ പോലും അവനെ ഫിക്സ് വന്ന് അങ്ങനൊരു പ്രതീക്ഷയുള്ള വെൻ്റിലേറ്ററിൽ നിന്ന് എടുക്കുന്നുള്ള പ്രതീക്ഷയിലല്ല പോകുന്നത്. അങ്ങനെ ഇവിടെ സാക്ഷ്യം പറയാതിരിക്കുന്ന സിസ്റ്ററിൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഇത്രയും ഉണ്ടായ അനുഭവങ്ങളും പറഞ്ഞു, ഞാൻ ശരിക്കും സാക്ഷ്യം പറയും അവനെ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് അന്ന് പോയത് ഇവിടെ നിന്ന്. അത് കഴിഞ്ഞ് അന്ന് 2 മണിക്കൂർ നേരത്തേക്ക് എടുത്തു. പിന്നെ 4 മണിക്കൂർ 6 മണിക്കൂറായി. രാവിലെ നേരങ്ങളിലൊന്നും വെൻ്റിലേറ്റർ സപ്പോർട്ട് ഇല്ലാണ്ടിരുന്നു. പിന്നെ ഫുള്ളായിട്ട് വെൻ്റിലേറ്ററിൽ നിന്ന് എടുക്കാം എന്നുള്ള അവസ്ഥ വന്നു. അങ്ങനെ വെൻ്റിലേറ്ററിൽ നിന്ന് ഫുള്ളായിട്ട് മാറ്റി നോക്കി. അപ്പോൾ അവൻ ഓക്കെ ആയിരുന്നു. അങ്ങനെ വെൻ്റിലേറ്ററിൻ്റെ ട്യൂബ് ഊരേണ്ട സമയം വന്നു.
മെഷീൻ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. വെന്റിലേറ്ററിൻ്റെ ട്യൂബ് എടുത്ത് കഴിഞ്ഞപ്പോൾ അവന് ട്രക്കിയയിൽ ഞങ്ങൾ പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ഒരു ചൊവ്വാഴ്ചയാണ്, അപ്പോൾ മാറ്റും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് ഡോക്ടർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു അവന് ശ്വാസം കിട്ടാണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾ വെന്റിലേറ്ററിൽ നിന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ മുന്നത്തെ അസുഖമായിട്ട് വല്ല ബന്ധമുള്ളതായിരിക്കും, അവൻ്റെ ട്രക്കിയേക്ക് ചുരുങ്ങിയതൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപ് 75%. അപ്പോൾ അതുകൊണ്ടായിരിക്കും, അപ്പോൾ എമർജൻസി ആയിട്ട് വല്ല സർജറി ചെയ്യേണ്ടി വരും എന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് വരെ ഈ അസുഖം ഈ വെന്റിലേറ്ററിൽ ഇടുന്നതിന് മുൻപ് വരെ അവൻ ആക്റ്റീവായിട്ട് കളിച്ചിരുന്നതാണ്. അങ്ങനെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ അങ്ങനെ കളിക്കില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഡോക്ടർ CT എടുത്ത് നോക്കാം എന്ന് പറഞ്ഞു. CT എടുത്ത് നോക്കിയപ്പോൾ അത് അവൻ്റെ വെന്റിലേറ്ററിൻ്റെ ട്യൂബ് ഇത്ര ദിവസം കിടന്നതുകൊണ്ടുള്ള ഒരു നീര് വന്നതായിരുന്നു. അങ്ങനെ അപ്പോൾ ആ നീരിനുള്ള മരുന്നും കൊടുത്ത് CPAP മെഷീൻ വെച്ച് അങ്ങനെ സംഭവത്തും കൊടുത്ത് നമുക്ക് നോക്കി നോക്കാം, ഓക്കെ ആയില്ലെങ്കിൽ സർജറി ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ CPAP വെച്ച് നീര് പറ്റുള്ള മരുന്നും കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ഓക്കെ ആയി. അത് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ തന്നെ വീണ്ടും ഒരു മരുന്ന് കുറച്ച് ഇഞ്ചക്ഷനൊക്കെ മാറി ടാബ്ലറ്റ് ആക്കാൻ വന്നപ്പോൾ അവന് വീണ്ടും ഫിക്സ് വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ ലോങ് ലാസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അവന് ട്രക്കിയോസ്റ്റമി ചെയ്യേണ്ടി വരും, അല്ലാണ്ട് ഇങ്ങനെ നമുക്ക് എപ്പോഴും വെന്റിലേറ്ററിൽ അത്രയും നാൾ കിടത്താൻ പറ്റില്ല, അത് ബുദ്ധിമുട്ടാണ്, ട്രക്കിയോസ്റ്റമി ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫിക്സ് വരികയാണെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ഒരു പ്രൊസീജിയർ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ അവനിങ്ങനെ സെഡേഷൻ്റെ ഡോസൊക്കെ കുറച്ച് മരുന്നൊക്കെ ഡോസ് കുറച്ച് വരുമ്പോൾ അവനെ ആക്റ്റീവായിട്ട് വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അക്ഷരമൊക്കെ ഇങ്ങനെ സംസാരിച്ച് കണ്ണ് തുറന്ന് നമ്മളെ ഫുള്ളായിട്ട് അറിഞ്ഞിട്ടൊന്നുമല്ല, എന്നാൽ അങ്ങനെ റെസ്പോൺസ് വന്നൊരു കുട്ടീനെ വീണ്ടും ട്രക്കിയോസ്റ്റമി ചെയ്യുമ്പോൾ അവൻ വീണ്ടും ബാക്കിലേക്ക് പോകില്ല. അപ്പോൾ അതാലോചിച്ച് നമുക്ക് ചെയ്യേണ്ടി വരില്ല, അവന് വരില്ല എന്നുള്ളതിൽ നമ്മളിങ്ങനെ നിന്ന് പ്രാർത്ഥിച്ച്. പക്ഷെ ഡോക്ടർ പറഞ്ഞു ഇനി വേറെ വഴിയില്ല, അവന് ഇടയ്ക്ക് ഫിക്സ് വന്ന് പോകണോണ്ട് നമുക്ക് ട്രക്കിയോസ്റ്റമി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോഴും ആ നീര് വന്നപ്പോഴും അവരുടെ ഡോക്ടേഴ്സ് വിചാരിച്ചിരുന്നത് അവന് ട്രക്കിയെ മുന്നത്തെ അസുഖത്തിൽ പറഞ്ഞ പോലെ ചുരുങ്ങിയിരിക്കുന്നതാണെന്നാണ്. നമ്മൾ ചുരുങ്ങിയിരിക്കുന്ന ട്രക്കിയുടെ അത് എൻഡോസ്കോപ്പി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് എന്തെങ്കിലും എമർജൻസി വരും മാത്രം ചെക്ക് ചെയ്താൽ മതി എന്നുള്ളതുകൊണ്ട് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ ട്രക്കിയോസ്റ്റമി ചെയ്യാനായിട്ട് അവർ അതിന് മുൻപായിട്ട് ഞങ്ങൾ പെർമിഷനൊക്കെ മേടിച്ചു, ട്രക്കിയോസ്റ്റമിയുടെ ട്യൂബൊക്കെ മേടിച്ചു കൊടുത്തു. അതിന് മുന്നായിട്ട് ബ്രോങ്കോസ്കോപ്പി ചെയ്ത് നോക്കിയിട്ട് ട്രക്കിയോസ്റ്റമി ചെയ്യാമെന്നുള്ള രീതിയിൽ നിന്നിരുന്നത്. അപ്പോൾ ഡോക്ടർ അതിന് മുമ്പ് ഞങ്ങൾ സൈൻ ഇട്ട് കൊടുത്തു ട്രക്കിയോസ്റ്റമി ചെയ്യാനുള്ള രീതിയിൽ. അപ്പോഴും നമ്മൾ ഇത്രയും ഉഷാറായി വന്ന കുട്ടി വീണ്ടും കുറേ ബാക്കിലേക്ക് പോകാനുള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞാൽ അവന് സംസാരിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അവനെല്ലാം വീണ്ടും പുറകോട്ട് പോകുള്ളൂ. അപ്പോൾ അത് ചെയ്യാണ്ടെന്നുണ്ട്. പക്ഷെ നമുക്ക് വേറെ ഒന്നും നിവർത്തിയില്ല, ഡോക്ടേഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞു. സഞ്ചാരി മാതാവേ മാന്ന് മാത്രം പറഞ്ഞു അവിടെ ഇരുന്നോളൂ അന്ന് പുറത്ത്. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്ത് വന്നിട്ട് ഞങ്ങളോട് വിളിച്ചിട്ട് പറഞ്ഞു ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഉണ്ട്, അവന് ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ഫാക്റ്റ് ഉണ്ട്, അവൻ്റെ ട്രക്കിയേക്ക് നമ്മൾ വിചാരിച്ച ചുരുക്കമൊന്നുമില്ല, എമർജൻസി ആയിട്ട് ട്രക്കിയോസ്റ്റമി ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അപ്പോൾ നമുക്കത് ഇതുപോലെ തന്നെ ട്രക്കിയോസ്റ്റമിയുടെ ട്യൂബ് വരെ ഞങ്ങൾ മേടിച്ചതാണ്. അപ്പോൾ അതൊക്കെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തുന്നത് മാതാവ് വന്നുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് വേറെ ആർക്കും അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. നമ്മളും കുറേ ചെയ്യണ്ടെന്ന് പറഞ്ഞാലും ഡോക്ടേഴ്സ് പറഞ്ഞാൽ നമുക്ക് ചെയ്യാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് പോന്നു. വീണ്ടും അവർ ട്രക്കിയോസ്റ്റമി ചെയ്യണ്ടെന്നുള്ള തീരുമാനത്തിലെത്തി. വീണ്ടും ഫിക്സ് പിന്നെ അപ്പോൾ സ്റ്റോപ്പായിട്ടുണ്ട്. അപ്പം വീണ്ടും ഫിക്സ് വരികയാണെങ്കിൽ അപ്പം നമുക്ക് നോക്കാമെന്നുള്ള രീതിയിൽ നിർത്തി മരുന്നുകളുടെ ഡോസ് വീണ്ടും കുറച്ച് നോക്കും. അപ്പോൾ വീണ്ടും അവന് ഫിക്സ് വീണ്ടും വന്നു. പിന്നത്തെ ഒരു ചൊവ്വാഴ്ച ഇതുപോലെ മാറ്റാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അവന് വീണ്ടും വെന്റിലേറ്ററിലാക്കേണ്ടി വന്നായിരുന്നു. ഇനി ഇതുപോലെ ഇടയ്ക്ക് കുറേ നേരം ടൈം എടുത്തിട്ടുള്ള ഫിക്സൊക്കെ വരുന്നതുകൊണ്ട് നമുക്കിങ്ങനെ ഇടയ്ക്ക് വീണ്ടും വെന്റിലേറ്ററിലാക്കുക, ട്യൂബ് എടുക്കുക, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും വെന്റിലേറ്ററിൽ അർജൻറ്റായിട്ട് ആക്കി. പിന്നെ വരികയാണെങ്കിൽ വീണ്ടും വീണ്ടും ട്രക്കിയോസ്റ്റമി ചെയ്യാന്നുള്ള രീതിയിൽ അവർ വീണ്ടും വെന്റിലേറ്ററിലാക്കിയായിരുന്നു. സമയങ്ങളിലെല്ലാം നമ്മളെ പ്രാർത്ഥിക്കുന്നതായിരുന്നു. എല്ലാവരും ചൊവ്വാഴ്ചയാണ്, അപ്പോൾ ഈ ചൊവ്വാഴ്ച മാറ്റും, അടുത്ത ചൊവ്വാഴ്ച മാറ്റും നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ അവനെ ICUന്ന് ഈ മരുന്ന് കുറച്ച് ഓക്കെ ആയിട്ട്
പുറത്ത് കടത്തിയത് ഒക്ടോബർ 7-ാം തീയതി, അതൊരു ചൊവ്വാഴ്ച ജപമാല രാജ്ഞിയുടെ തിരുനാളിൻ്റെ അന്നായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച ദിവസങ്ങളൊന്നുമല്ല, മാതാവ് അതിനേക്കാൾ നല്ലൊരു ദിവസം തിരഞ്ഞെടുത്ത് അവൻ അന്ന് ICU ഷിഫ്റ്റ് ചെയ്തപ്പോൾ സമയത്തും ഇവന് ആകെ എല്ലും തൊലിയായിരുന്നു. പിന്നെ സംസാരിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. നടക്കാനൊക്കെ എല്ലാത്തിനും നമ്മൾ താങ്ങി പിടിക്കണമായിരുന്നു. ഇപ്പം നമ്മൾ അവൻ്റെ വളരെ ചെറിയ കാര്യങ്ങളായാലും ഇപ്പോൾ എങ്ങനെ ഭക്ഷണം കഴിക്കാൻ ടീസ്പൂൺ കൊടുത്താലോ അല്ലെങ്കിൽ പെൻസിൽ കൊടുത്താലോ ഒന്നും എങ്ങനെ പിടിക്കേണ്ടത് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഓരോ ദിവസം ഇമ്പ്രൂവായി വന്നു. ഇപ്പം അവൻ ഓടി നടന്ന എല്ലാ കാര്യങ്ങളും, അവൻ്റെ ഗ്രോസ് മോട്ടർ ആക്ടിവിറ്റീസ് എല്ലാതും ഓക്കെ ആയി. ഒരു വശം തളർന്നു പോവും അല്ലെങ്കിൽ സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. ഇപ്പം അവൻ ഇത്രയും ആക്റ്റീവായി ഉഷാറായിട്ട് ദൈവം മാതാവും ഈശോപ്പയും കൂടി ഞങ്ങൾക്ക് തന്നു. ഇവൻ ICUയിൽ കിടന്നിരുന്ന സമയത്തൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്നവരോടൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ ദൈവാനുഭവങ്ങളെല്ലാം അടുത്തിരിക്കുന്നവരോട്, അവിടെ കുറേ പേര് വിഷമിച്ചിരിക്കുന്ന സെയിം അവസ്ഥകൾ നമ്മൾ കുറേ പേരെ കണ്ടായിരുന്നു. അവരൊക്കെ അതിനെക്കുറിച്ച് പറയുമായിരുന്നു. അടുത്ത് പള്ളികളിൽ പോയിട്ട് ഞങ്ങൾ പത്രം കൊടുത്തായിരുന്നു. പിന്നെ നമ്മളെ കൊണ്ടാവുന്ന വിധം പൈസ കൊണ്ട് സഹായങ്ങളും ചെയ്യാറുണ്ട്. അവിടെ ഹോസ്പിറ്റലിലും നമ്മൾ ചെയ്തായിരുന്നു. പിന്നെ മുന്നൊക്കെ പറഞ്ഞ പോലെ പള്ളിയിൽ പോകാനായിട്ട് കുർബാന കൂടണം എന്നുള്ളത് നമുക്ക് നാട്ടിലാവുമ്പോഴായിരുന്നു കൂടുതൽ പറ്റുന്നത്. അപ്പം ഇപ്പം മാക്സിമം മുടങ്ങാണ്ട് പള്ളിയിൽ പോകാനായിട്ടും കുർബാന പങ്കെടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ ഒമാനിലായിരുന്നു. ഈ അവസ്ഥയിലാണ് അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഈ ഫോട്ടോ ആണ് അച്ഛനെ കാണിച്ച് അച്ഛൻ തൈലം തൊട്ട് പ്രാർത്ഥിച്ചത്. ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ ഞാൻ ഹസ്ബൻഡും കൂടി ഇങ്ങോട്ട് വന്നായിരുന്നു, അച്ഛനെ കാണാനായിട്ട് വന്നായിരുന്നു. വന്ന സമയത്ത് അന്ന് ഒരു മാസത്തിലെ 2ാമത്തെ പ്രാവശ്യം ഞാൻ അച്ഛനെ കാണാൻ വരുന്നത്. അപ്പോൾ കാണാൻ പറ്റുമെന്ന് ഡൗട്ടൊക്കെ ആയിരുന്നു. പക്ഷെ അച്ഛൻ എൻ്റെ അടുത്ത് നിന്ന് മോൻ്റെ ഫോട്ടോ മേടിച്ചിട്ട് ഇതാരാന്നൊക്കെ ചോദിച്ചു. പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു എല്ലാം ശരിയാവും മോളെ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതെല്ലാം ഈ പ്രാർത്ഥനയിൽ നിന്നതുകൊണ്ട് മാത്രമാണ് ഈ സിറ്റുവേഷൻ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ഒരു ചെറിയ വിഷമം വന്നാൽ പോലും പെട്ടെന്ന് ഡൗൺ ആവണ ആളുകളാണ് നമ്മൾ. പക്ഷെ ഇത് പ്രാർത്ഥനയിൽ നിന്നതുകൊണ്ട് ഈ അവസ്ഥയിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തി ലഭിച്ചു. അവിടെ മോൻ ഇത്ര ഉഷാറായിട്ട് തന്നു. അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും 1000 നന്ദി. എൻ്റെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയെ നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. സങ്കീർത്തനം 30 2-ാം വചനമാണ്. എൻ്റെ ദൈവമേ എന്നാണ് സങ്കീർത്തകൻ വിളിച്ചത്. ദൈവം നമ്മുടെ കൂടെയുള്ള ദൈവമാണ്. അവിടുന്നാണ് നമ്മുടെ പൂർണ്ണ ആശ്രയം. നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല. ആഴത്തിലുള്ള വേദനയിലും നിസ്സഹായാവസ്ഥയിലും രോഗത്തിലും പീഡകളിലും എല്ലാ ബുദ്ധിമുട്ടുകളിലും നമ്മൾ ദൈവത്തെ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ്, നമ്മുടെ ഹൃദയ നിലവിളികളാണ് ഈശോ കേൾക്കുന്നത്. ഈശോയും അമ്മയും നമ്മെ അനുഗ്രഹിക്കുന്നത്. ഈ മകള് അശ്വതി മെറീനയുടെ അനുഭവ സാക്ഷ്യത്തിൽ നാം ഇതാണ് കാണുന്നത്. എൻ്റെ ദൈവമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച ഈ മകളുടെ പ്രാർത്ഥന ഈശോയും അമ്മയും കേട്ടു. മകൾ ഉടമ്പടി ജീവിതം നയിക്കുന്ന ഒരു മോളാണ്. പക്ഷെങ്കിൽ ഓഗസ്റ്റ് 9-ാം തീയതി ഒരു ചെറിയ പനിയിൽ കൂടെയാണ്. പിന്നീട് മകന് വളരെ റെയറായിട്ടുള്ള ഒരു അസുഖമാണ്, അത് ഫയേഴ്സ് എന്ന് പറഞ്ഞ അസുഖമാണ്. അവൻ്റെ ബ്രെയിനിൻ്റെ അകത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഫിക്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. സെഡക്ഷൻ കൊടുത്ത് ബ്രെയിനിൻ്റെ ആക്ടിവിറ്റീസ് കുറയ്ക്കലാണ് ഇതിൻ്റെ മെഡിക്കേഷൻ. അവന് മെഡിക്കലിൽ അവൻ അഡ്മിറ്റ് ചെയ്ത് അവന് കോമയിലാക്കിയിട്ട് വേണം ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട്, ഈ മെഡിക്കേഷൻ ചെയ്യുവാനായിട്ട്. ഈ കണ്ടീഷനിലാണ് അവനെ ഈ നാട്ടിൽ കൊണ്ടുവന്നത്. നമ്മൾ കണ്ടു, ആ ഫോട്ടോ കണ്ടു. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ മക്കൾ നാട്ടിൽ വന്ന് പുതിയ ട്രീറ്റ്മെൻറ്റിനായിട്ട് ആലോചിച്ചത്. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലെത്തി. ഈ ഫോട്ടോയുമായിട്ടാണ് ഈ മക്കൾക്ക് വരാൻ സാധിച്ചില്ല. മകൻ്റെ ഫോട്ടോയുമായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിലെത്തി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈകളിൽ ഫോട്ടോ കൊടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞത്. അച്ഛൻ പറഞ്ഞു, മോളെ എല്ലാം ശരിയാകും. ആ വചനത്തിൽ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. ഈ മക്കളും ഉടമ്പടി ജീവിതത്തിലായിരുന്നു കൊണ്ടാണ്
ഇത്രയും പ്രയാസപ്പെട്ട രോഗാവസ്ഥയിലും അവരുടെ വിശ്വാസം നഷ്ടപ്പെടാതെ ഈ രോഗാവസ്ഥയിൽ ജീവിതം മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിച്ചത് എല്ലാം അക്സെപ്റ്റ് ചെയ്ത് സ്വീകരിച്ച് പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ അവസ്ഥ ഇവർക്ക് സ്വീകരിക്കാൻ സാധിച്ചത്. അച്ഛൻ പ്രാർത്ഥിച്ചതുപോലെ ഓരോ പ്രാവശ്യവും ഡെയിലി ബ്രെഡിലും പിന്നെ ഓരോ ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിനുമെല്ലാം അച്ഛൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഡെയിലി ബ്രെഡിലും അച്ഛൻ പറഞ്ഞു മക്കൾക്ക് വേണ്ടി, രോഗാവസ്ഥയിലിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇങ്ങനെ ഓരോ പ്രാർത്ഥന കേൾക്കുമ്പോഴെല്ലാം ഇവിടെ വിശ്വാസം കൈവിടാതെ ഈശോയെ മുറുക്കെ പിടിച്ചുകൊണ്ട് എൻ്റെ ദൈവമായ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പിടിച്ചു നിൽക്കാൻ ശക്തി കിട്ടിയത് ഇവർക്ക് ഈ പ്രാർത്ഥനയിലൂടെയാണ്. പിന്നീട് ഓരോ കാര്യവും ഈ മകൾ ഷെയർ ചെയ്ത പോലെ എല്ലാ കാര്യവും ദൈവം ഏറ്റെടുക്കുകയായിരുന്നു. പ്രയാസങ്ങളുടെ നടുവിലും ഇവർക്ക് വിശ്വാസം കൈവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ മകന് രോഗസൗഖ്യം ലഭിച്ച് ഒക്ടോബർ 7-ാം തീയതി ഡിസ്ചാർജ് ആയത്. ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞിരുന്നു സംസാരിക്കാൻ സാധിക്കില്ല, പാരലൈസ്ഡ് ആകും, ഒത്തിരി കോംപ്ലിക്കേഷൻസ് പറഞ്ഞിരുന്നെങ്കിലും ഇതെല്ലാം ഈശോയും അമ്മയും ഈ മകന് ഒരു നല്ലൊരു രോഗസൗഖ്യം നൽകി ഈ മകനെ ഇന്ന് അൾത്താരയിൽ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ കൊണ്ടുവരാൻ സാധിച്ചു. നമ്മുടെ ജീവിതത്തിലും വേദനയിലായിരിക്കുമ്പോഴോ രോഗാവസ്ഥയിലോ എന്തുമായിക്കട്ടെ നമുക്കും വിശ്വസ്തത്തോടെ നിലവിളിക്കാം, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ എന്ന് നിലവിളിക്കാം. നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും അവഗണിക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഈശോയും അമ്മയും കേൾക്കും. അതാണ് ഉടമ്പടി മക്കൾക്കുള്ള തീർച്ച. ആ വിശ്വാസത്തോടെ നമുക്കും പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങേ നിലവിളിച്ച് അപേക്ഷിക്കുന്നു എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഉടമ്പടിയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ രോഗസൗഖ്യത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ മണ്ണിൽ വിശ്വാസത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമാകാൻ അനുഗ്രഹിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് സ്റ്റെഫി. വരുന്നത് കൊട്ടാരക്കര, കൊല്ലം ജില്ലയിൽ നിന്നാണ്. ഇതെൻ്റെ മമ്മി റോസമ്മ സന്തോഷ്, പപ്പ സന്തോഷ്, അനിയൻ സ്റ്റിനു സന്തോഷ്. ഞങ്ങൾ പാണ്ടിത്തിട്ട ഇടവകാംഗമാണ്, മലങ്കര കാത്തലിക്. എൻ്റെ ആദ്യത്തെ 6 നിയോഗങ്ങളിൽ 4 നിയോഗമാണ് ഇതുവരെയും സാധിച്ചിട്ടുള്ളത്. ബാക്കി 2 നിയോഗങ്ങളും അമ്മയുടെ മധ്യസ്ഥതയിൽ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും എൻ്റെ മമ്മിയും ഉടമ്പടിയിലാണിപ്പം. ഞങ്ങൾ ഉടമ്പടി എടുത്തത് 2023 മെയ് 25-നാണ് എടുത്തത്. ഉടമ്പടി അല്ലെങ്കിൽ കൃപാസനം എന്ന് ആദ്യം കേൾക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആൻറ്റി ഇതുപോലെ പറഞ്ഞു, ഞങ്ങൾ കൃപാസനത്തിൽ പോയി. അപ്പം ഞങ്ങൾക്കൊന്നും അറിയത്തില്ലായിരുന്നു കൃപാസനം എന്താണെന്നോ അവിടെ ഉടമ്പടി എന്താണെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ആൻറ്റി പറഞ്ഞു, ഇതുപോലെ കൃപാസനത്തിൽ പോയി നിങ്ങൾ ഉടമ്പടി എടുക്കും, ഇതുപോലെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നു. ഉടമ്പടിയിൽ ഇന്നതൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒന്ന് ജസ്റ്റ് അവിടെ പോയി ഉടമ്പടിയെക്കുറിച്ചൊന്ന് അന്വേഷിക്കാം. അപ്പം ആൻറ്റി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ മോൻ ഇങ്ങനെയാണല്ലോ, മോനെന്ന് പറയുന്നത് മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടിയാണ്. അപ്പം കുഞ്ഞുനാൾ മുതലേ അവൻ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് മോൻ്റെ നിയോഗം വെച്ച് തന്നെ ആദ്യം ഒരു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. നല്ല മാറ്റം അവന് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ജസ്റ്റ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാം, അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെ എന്ന് മനസ്സിലാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ മെയ് ആദ്യ വാരത്തോടു കൂടി ഞങ്ങൾ കൃപാസനത്തിൽ വന്നു. ഞാനും എൻ്റെ മമ്മിയുമാണ് വന്നത്. അപ്പം ഇവിടെ വന്നപ്പം ഇങ്ങനെ ഒരു ആൻറ്റിയോട് ചോദിച്ചപ്പം ഒരു ആൻറ്റി പറഞ്ഞു, ഈ മണ്ണിൽ കാല് കുത്തിയവരാരും ദുഃഖത്തോടെ തിരിച്ചു പോയിട്ടില്ല, ഒരുപടി നല്ല സന്തോഷങ്ങളും നല്ല അനുഭവങ്ങളുമായിട്ടാണ് ഈ മണ്ണിൽ നിന്ന് തിരിച്ചു പോയിട്ടുള്ളതെന്നും. അപ്പോൾ ഞങ്ങൾക്ക് വിശ്വാസം കുറച്ചും കൂടെ ഏറെയായി. അങ്ങനെ എന്തായാലും ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2023 മെയ് 25-ന് ഞാൻ ഉടമ്പടി എടുത്തു. മമ്മി ഉടമ്പടി എടുക്കുന്നത് ഏപ്രിൽ 2000 ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ മമ്മി ഉടമ്പടി എടുത്തത് 2024 ഏപ്രിലാണ് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത്
UGC നെറ്റ് എക്സാം പാസ്സാകുക എന്നുള്ളതായിരുന്നു. അതായത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, UGCയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഭയങ്കര ചെക്കിങ്, അതുപോലെ ഒരു NTA നടത്തുന്ന എക്സാമാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതിൻ്റെ ചെക്കിങ്ങും എല്ലാ പ്രൊസീജിയേഴ്സും ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ PG സമയത്തായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തിരുന്നത്. എൻ്റെ സെമസ്റ്റർ 1, സെമസ്റ്റർ 2 സമയത്ത് തൊട്ട് നമുക്ക് UGC എക്സാം നെറ്റ് എക്സാം എഴുതി തുടങ്ങാമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് എക്സാം ഞാൻ എഴുതി. അത് ഞാൻ വലുതായിട്ട് പഠിച്ചതുമില്ല, പക്ഷേ എഴുതി, എനിക്ക് കിട്ടിയില്ല. രണ്ടാമത്തെ എക്സാം ഞാൻ പഠിച്ചിട്ട് പോയി നല്ലതുപോലെ, പക്ഷേ എനിക്ക് അതും കിട്ടിയില്ല. മൂന്നാമത്തെ എക്സാമിൻ്റെ സമയത്തായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തത് മെയ്യിലായിരുന്നു. മൂന്നാമത്തെ എക്സാം വന്നത് ജൂണിലായിരുന്നു. ജൂണിൽ എൻ്റെ എക്സാം നടന്ന സമയത്തും ഞാൻ കാശരൂപവും അതുപോലെ ഉടമ്പടി നേർച്ച വസ്തുക്കളായിട്ടുള്ള ഉപ്പും ഉടമ്പടി തൈലവും കൊണ്ടുപോയിരുന്നു. കാശരൂപം ഞാൻ അവിടെ എക്സാം ഹാളിൽ കയറ്റും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാനൊരു ട്രിക്ക് പോലെ ചെയ്തത്, എൻ്റെ റിസ്റ്റിൽ ഞാനാണെങ്കിൽ കൈയുടെ ഭാഗത്താണെങ്കിൽ ഞാൻ ഒരു നൂല് പോലെ കെട്ടിയിട്ട് അതിനകത്ത് കാശരൂപം വെച്ചിട്ടായിരുന്നു ഞാൻ പോയത്. അപ്പം എൻ്റെ ഒരു ഇതിൽ അവിടെ ഞാൻ ആദ്യത്തെ എക്സാംസ് ഒക്കെ എഴുതിയപ്പം, അതായത് ആദ്യത്തെ സെൻറ്ററിലൊക്കെ പോയപ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ മൂന്നാമത്തെ എക്സാം സെൻറ്ററിൽ ചെന്നപ്പം കടുത്ത റെഗുലേഷൻസ് ആയിരുന്നു. അവർക്ക് എൻ്റെ കയ്യിൽ ഈ റിസ്റ്റിലുള്ള ആ കാശരൂപം അവരെടുത്ത് മാറ്റി. കാശരൂപം എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഇച്ചിരി ഞാനൊന്ന് പേടിച്ചു. അമ്മേ, എല്ലാം തകർന്നു പോവോ എന്നെനിക്കൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച്, അതായത് അവർ പറഞ്ഞു എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റി വെക്കാനായിട്ട് പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ ബാഗിൽ തന്നെ എടുത്തു വെച്ചു. ബാഗിൽ എടുത്തു വെച്ചപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, ഇത്രയും പ്രാർത്ഥിച്ചോളൂ, അമ്മ പുറത്തിരിക്കുകയാണ്, പക്ഷേ എൻ്റെ അകത്ത് വന്ന് എൻ്റെ എക്സാം എനിക്ക് നല്ലതുപോലെ എഴുതി തരണം എന്ന് പറഞ്ഞു. എനിക്കൊന്നും അറിയത്തില്ല, അപ്പം അമ്മ വന്ന് എനിക്ക് അവിടെ എഴുതി തന്നാലേ ഞാൻ എക്സാം പാസ്സാകത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എക്സാം എഴുതി കഴിഞ്ഞു. പക്ഷേ ആദ്യത്തെ 2 എക്സാം എഴുതി കഴിഞ്ഞതിനെക്കാട്ടിലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു ഈ എക്സാം എഴുതി കഴിഞ്ഞപ്പം. അമ്മ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പോയി എക്സാം എഴുതിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞു. അപ്പം കുട്ടികളോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് പാടായിരുന്നെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയും നമ്മുടെ ആൻസർ കീ റെസ്പോൺസും വന്നു ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും. അപ്പം നമ്മുടെ ആൻസേഴ്സ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് അറിയായിരിക്കും, UGCയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് സാധാരണ ഒരു 170 മാർക്കിലാണ് ഔട്ട് ഓഫ് 300 വരുന്നത്. അപ്പം ഈ 170 മാർക്ക് അറ്റൈൻ ചെയ്ത് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാടായിരുന്നു. അപ്പം ഞാൻ ഇതുപോലെ ആൻസർ കീയും എൻ്റെ റെസ്പോൺസ് കീയും ഞാൻ വെച്ച് നോക്കിയപ്പം എനിക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 150. അപ്പോൾ അത് 170 ആ ഒരു റേഞ്ചിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ നല്ലതുപോലെ, അതായത് വീണ്ടും ഞാൻ ആൻസർ കീസ് മാറ്റി നോക്കി. പക്ഷേ എനിക്ക് എൻ്റെ 150 എന്നുള്ള ഒരു കട്ട് ഓഫ് എനിക്ക് കടക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അവസാനം റിസൾട്ട് പബ്ലിഷ് ചെയ്യാനുള്ള ഡേറ്റ് വന്നപ്പം ഞാനാണെങ്കിൽ അമ്മയുടെ കാശരൂപം അതുപോലെ ഉടമ്പടി തൈലവും ഞാൻ എൻ്റെ മൊബൈലിൽ ഇങ്ങനെ ജസ്റ്റ് തൈലം ഒന്ന് മൊബൈലിൽ ഇങ്ങനെ പുരട്ടി അമ്മയുടെ കാശരൂപം വെച്ച് വിശ്വാസ പ്രമാണം, സ്വർഗ്ഗസ്ഥനായ പിതാവേ, കൃപ നിറഞ്ഞ മറിയമേ എല്ലാം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. അവസാനം റിസൾട്ട് വന്നപ്പം യു ആർ സെലക്റ്റഡ് ഫോർ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ റിസൾട്ട് വന്നിരുന്നത്. അപ്പം അമ്മയ്ക്ക് അതിന് 1000 നന്ദി. ഇപ്പം ഞാൻ ഗസ്റ്റ് ലെക്ചറായിട്ട് മാറിവാനിയോസ് കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റിസൾട്ടിൻ്റെ ഫലമാണ്, അത് അമ്മയുടെ ഫലമാണ്, അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ EWS സർട്ടിഫിക്കറ്റിനെ പറ്റിയിട്ടുള്ളതായിരുന്നു. നിങ്ങൾക്കറിയായിരിക്കും, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ EWS സർട്ടിഫിക്കറ്റ് നമുക്ക് കുറച്ചും കൂടെ ഒരു ഇളവിൻ്റെ പരിധി നമുക്കുണ്ട്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ EWS സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ വില്ലേജ് ഓഫീസിൽ ചെന്ന് കാര്യം പറഞ്ഞപ്പം ആ സാറ് പറഞ്ഞു, ഇതെന്തായാലും കിട്ടും എന്ന് നോക്കണ്ട, ഒരു 50% താഴെ പ്രതീക്ഷ വെച്ചാൽ മതി, എന്തായാലും നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ സാറ് പറഞ്ഞു. അങ്ങനെ അവസാനം അവരൊരു എൻക്വയറി നടത്തി വീട്ടിലേക്ക്.
അപ്പം അവർക്ക് വലിയ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു. എന്നാലും പറഞ്ഞു, നിങ്ങൾ എന്തായാലും താലൂക്ക് ഓഫീസിലേക്ക് നിങ്ങളൊന്ന് ചെന്ന് നോക്കും. താലൂക്ക് ഓഫീസിൽ ചെന്ന് കഴിയുമ്പം അവിടുത്തെ സാർ എന്താണെന്ന് വെച്ചാൽ ഉള്ള കാര്യം നിങ്ങളോട് പറയും എന്ന് പറഞ്ഞു. അങ്ങനെ താലൂക്ക് ഓഫീസിൽ പോയി. ഞാനും പപ്പയും കൂടെ ആയിരുന്നു പോയത്. അപ്പം ഞങ്ങൾ പോയപ്പം ഉടമ്പടി ഉപ്പും അതുപോലെ ഉടമ്പടി തൈലും. അപ്പം സാറിൻ്റെ ടേബിളിൽ ജസ്റ്റ് ആരും ഒരു ചവിട്ടാത്ത സ്ഥലത്ത് ഉപ്പൊന്ന് കുരിശിൻ്റെ ആകൃതിയിലൊന്ന് വിതറിയിട്ട് ഉടമ്പടി തൈലം സാറിൻ്റെ ടേബിളിലൊന്ന് പൂശി. അപ്പം ഇതുപോലെ സാറ് പറഞ്ഞു, ഇത് 50% ഉള്ളൂ ചാൻസ്, എന്തായാലും നിങ്ങളൊന്ന് അപേക്ഷിച്ച് നോക്ക്, പിന്നെ കിട്ടുവാണെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ എന്തായാലും റിപ്പോർട്ട് വരും, എന്തായാലും ഒന്ന് ജസ്റ്റ് ഫോം എല്ലാം ഫില്ല് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽ ആപ്ലിക്കേഷൻസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തു. മാതാവിൻ്റെ അനുഗ്രഹത്തോടെ എനിക്കാണെങ്കിലും EWSൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി. EWS സർട്ടിഫിക്കറ്റ് കിട്ടുമ്പം എല്ലാവർക്കും അറിയായിരിക്കും കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ വലിയ ഉപകാരമായിരിക്കും. ഇനിയും കുറേ എക്സാംസ് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ടൊക്കെ വരാനുണ്ട്. ബാക്കി റിസൾട്ട്സ് വരുമ്പം അമ്മയുടെ അൾത്താരയിൽ ഇവിടെ വന്ന് സാക്ഷിയാകാൻ അനുഗ്രഹം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂന്നാമത് ഞാൻ എൻ്റെ നിയോഗം പോലെയല്ല അത് വെച്ചത്. അത് എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമായിരുന്നു. അതായത് ഉടമ്പടി എടുക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു അനുഗ്രഹം പോലെ കിട്ടിയതായിരുന്നു. ഒത്തിരി ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ നിയോഗം വെച്ചത് എനിക്ക് 4 നടന്നു. അവിടെ അതായത് ഞാൻ റിലേറ്റീവ്സിനും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതും സാധിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി അനുഭവങ്ങൾ. അതിനകത്ത് ഒന്നാമത്തെയായിരുന്നു എൻ്റെ ഒരു സ്കോളർഷിപ്പ് എക്സാം. അപ്പം സ്കോളർഷിപ്പും ഞാൻ 2-3 കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും എനിക്ക് പാസ്സായി വന്നിട്ടില്ലായിരുന്നു. എല്ലാം ആപ്ലിക്കേഷൻ എല്ലാം റിജക്റ്റഡ് എന്ന് പറഞ്ഞാൽ കാണിച്ചത്. പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് നോക്കുമ്പോഴായിരിക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളോട് അത് ഇന്നത് കൊണ്ട് അത് ഫെയിൽ ആവാനുള്ള റീസൺസ് ഇന്നത് നിങ്ങൾ വെച്ചാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. അങ്ങനെ അവസാനം ഞാൻ ഉടമ്പടി കാശുരൂപം ഉപ്പും ആ യൂണിവേഴ്സിറ്റിയുടെ അവിടെ ഞാൻ കൊണ്ട് വിതറി. അത് കഴിഞ്ഞപ്പം എനിക്കാണെങ്കിലും സ്കോളർഷിപ്പിൻ്റെ ആണെങ്കിൽ ചീഫ് മിനിസ്റ്റർ സ്കോളർഷിപ്പ് പാസ്സായി വന്നിട്ടുണ്ട്, 1 lakh നിങ്ങൾക്ക് അവാർഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് ലഭിക്കുകയും ചെയ്തു. ഇങ്ങനെ ഇത് ഞാൻ നിയോഗം വെച്ചിരുന്നതല്ല, എനിക്ക് കിട്ടിയ ഒരു അനുഭവമായിരുന്നു ഇത്. ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് എൻ്റെ മോന് വേണ്ടിയാണ് എല്ലാ പ്രൊസീജറും മോള് തന്നെ പറഞ്ഞുവല്ലോ. ഇനി ആദ്യമായിട്ട് പിന്നെ മോന് വേണ്ടിയാണ്. മോൻ ജന്മനാ തന്നെ അവന് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ജനിച്ചപ്പോൾ തന്നെ അവന് മേലുണ്ണാക്കില്ലായിരുന്നു, കരയുവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പാല് കുടിക്കുവാനും ആഹാരം കഴിക്കുവാനും ഒക്കെ ഭയങ്കര പ്രയാസവും ഒത്തിരി കഷ്ടത്തെ അനുഭവിച്ച് വളർത്തിയൊരു കുഞ്ഞാണിത്. പക്ഷേ ഒത്തിരി നേർച്ചകളൊക്കെ നേരുകയും പക്ഷേ ഒത്തിരി പള്ളികളിലൊക്കെ പോവുകയും എല്ലാം ചെയ്തു. 1 വയസ്സായപ്പോൾ കുഞ്ഞിന് ഓപ്പറേഷൻ നടന്നു. അതിൻ്റെ ഫലമായിട്ട് കുഞ്ഞിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി. പക്ഷേ കുഞ്ഞ് വളരും തോറും അവന് പ്രശ്നങ്ങളായി വന്നു. അതിൻ്റെ ഫലമായിട്ട് ഒത്തിരി ദേഷ്യവും മെൻ്റലി പ്രോബ്ലമായി. ഏകദേശം ഒരു 5-10 വയസ്സ് വരെയും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് ഒരു 10 വയസ്സ് മുതൽ അവന് ദേഷ്യവും ഉപദ്രവിക്കുകയും വരുന്നവരോടൊക്കെ പ്രശ്നങ്ങളൊക്കെ ആവുകയും അവനെ സ്കൂളിൽ ചേർത്ത് സ്കൂളിൽ പോയി കഴിയുമ്പോൾ അവിടെ അവനെ നോക്കുന്നതായ ചേച്ചിയെ അടിക്കുകയും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. പിന്നെ ഈ കൊറോണ സമയത്ത് കുഞ്ഞിനെ പിന്നെ സ്കൂളിൽ വിടാതെ ഞങ്ങൾ വീട്ടിൽ തന്നെ അവനെ നിർത്തുകയും പരീക്ഷാ സമയത്ത് അവനെ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോള് തന്നെ പറഞ്ഞല്ലോ, അടുത്തുള്ള ഒരു കൊച്ച് ഞങ്ങളോട് പറയുകയും മോനെ ഇവിടെ കൃപാസനത്തിൽ കൊണ്ടുവന്ന് അവന് വേണ്ടി ഒരു ഉടമ്പടി എടുക്കുക എന്ന് പറയുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഞാനും മോളും കൂടെ ഇവിടെ വരികയും എല്ലാം ചെയ്തത്. അങ്ങനെ മോന് വേണ്ടി ഞങ്ങൾ ഉടമ്പടി ചെയ്തു. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അവന് ഒത്തിരി ഫലങ്ങളുണ്ടാവുകയും അവൻ്റെ ആ ദേഷ്യവും അവൻ്റെ ഉപദ്രവവും ഒക്കെ കുറേശ്ശെ കുറഞ്ഞു വരികയൊക്കെ ചെയ്തു. പിന്നെ ഇതുപോലെ ഞങ്ങൾ ഇവിടുന്ന് മാതാവിൻ്റെ ഒരു ഫോട്ടോയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി
അത് അവന് കാണാൻ തക്കവണ്ണം ഞങ്ങൾ അവൻ കിടക്കുന്നതായ ഒരു സെറ്റിയിൽ അവൻ കിടക്കുമായിരുന്നു. അവിടെ തന്നെ ആ ഭാഗത്ത് തന്നെ ഞങ്ങൾ ആ മാതാവിൻ്റെ ഫോട്ടോ വയ്ക്കുകയും അതിൻ്റെ ഫലമായിട്ട് അതാണെങ്കിൽ ആ മാതാവിനോട് തന്നെ ഇവൻ ഞങ്ങൾ കുറേശ്ശെ ഇങ്ങനെ അവനോട് പറയും, മോനെ ഇത് അമ്മയാണ്, മക്കളുടെ എല്ലാ അസുഖങ്ങളും മാറ്റിത്തരും, മക്കൾ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവനോട് ഒത്തിരി കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ അത് അവൻ്റെ നെറ്റിയിൽ തൈലം കൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പും തേനും ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി അത് അവൻ്റെ നാവിൽ പുരട്ടുകയും ചെയ്തു. അങ്ങനെ അവൻ സംസാരിക്കുവാനും, പക്ഷേ ഇത്രയൊക്കെ മാതാവിൻ്റെ വലിയൊരു അത്ഭുതമാ എന്ന് പറയട്ടെ. ഇപ്പോൾ അവന് ഒത്തിരി സൈലൻ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഒത്തിരി ഇത് കുറച്ചുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെ മാതാവിൻ്റെ തൈലം പുരട്ടുകയും പിന്നെ ഉപ്പും തേനും ഒക്കെ കുഞ്ഞിൻ്റെ നാവിൽ പുരട്ടി കൊടുത്തതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ മാറി. പിന്നെ ഞങ്ങൾ ജപമാല എന്നും കുടുംബ പ്രാർത്ഥനയിൽ ജപമാല എടുക്കുമ്പോൾ ഈ കുഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് കാശ് രൂപം വാങ്ങിച്ച് അവൻ്റെ നെറ്റിയിൽ ഞങ്ങൾ ആദ്യമേ അവൻ്റെ നെറ്റിയിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിങ്ങനെ ഞങ്ങൾ ചെയ്തു അവസാനം അവൻ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ആ ജപമാലയും കാശ് രൂപവും കൂടെ വാങ്ങിച്ച് അവൻ തന്നെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നും ഞങ്ങൾ യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനം കൂടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ ആദ്യമൊന്നും അവൻ അത്ര ശ്രദ്ധിക്കത്തില്ലായിരുന്നു. പക്ഷെ പിന്നെ അവൻ അത് ശ്രദ്ധിച്ചു തുടങ്ങി. അച്ഛൻ കൈകൊട്ടി പാടാൻ പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം എന്നൊക്കെ പറയുമ്പോൾ അവൻ തന്നെ അവൻ്റെ ഭാഷയിൽ ഹല്ലേലൂയ എന്നും കൈകൊട്ടി പാട്ടുപാടുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. അങ്ങനെ അവന് ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ അമ്മയുടെ മാധ്യസ്ഥതയല്ലേ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവന് നടന്നു പോകുന്നു. പിന്നെ ഞങ്ങൾക്കൊരു ഭവനം വേണമായിരുന്നു. ഞങ്ങളുടെ ഭവനം എന്ന് പറയുന്നത് ചെറിയൊരു വീടും അത് ചോർന്നൊലിക്കുന്ന ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ ചോർന്നൊലിക്കുന്നൊരു ഭവനമായിരുന്നു. അത് ഞാൻ ഉടമ്പടിയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ പ്രശ്നമുണ്ടായി, ഭവനം വെക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ആയി. പക്ഷേ ഞാൻ നിർബന്ധിച്ചു ഭവനം വേണമെന്ന്. പക്ഷെ അത് എന്നിട്ടും ഭവനം ഇതൊക്കെ മതി എന്നുള്ള രീതിയിലൊക്കെ ആയി. പക്ഷേ ഞാൻ ഉടമ്പടി ചെയ്തു. ഇവിടുന്ന് ഞാൻ മണൽ കൊണ്ടുപോയി ഞങ്ങളുടെ മുറ്റത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഉപ്പും വീടിന് ചുറ്റും വിതറി ആരും ചവിട്ടാത്ത രീതിയിൽ ഉപ്പും കൊണ്ടുപോയി ഇട്ടു. അങ്ങനെ അതിൻ്റെ ഫലമായി വീട്ടിൽ നിന്ന് സംസാരങ്ങൾ വന്ന് നമുക്ക് പുതിയൊരു ഭവനം നിർമ്മിക്കാം. പക്ഷെ സാമ്പത്തികത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എങ്കിലും ഞാൻ പറഞ്ഞു, പക്ഷേ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം, അമ്മ വഴി നമുക്കൊരു ഭവനം നൽകും എന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ ജനുവരിയിൽ മുതൽ വീടിൻ്റെ ഭവനത്തിനുള്ള എല്ലാം ചെയ്തു. ഈ എല്ലാ പണികളും പൂർത്തിയായി. ഈ ജനുവരി 14 വീടിൻ്റെ കൂദാശ കഴിഞ്ഞു. അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് നല്ലൊരു ഭവനം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്നും വിരമിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം നടത്തിയത് ഞാൻ ഹോസ്റ്റലിലായിരുന്നത് കൊണ്ട് തന്നെ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ മെഡിക്കൽ കോളേജിലായിരുന്നു ഞാൻ കൊടുത്തിരുന്നത്. അപ്പം ആദ്യം കുറേ ആളുകളിങ്ങനെ നമ്മളെ നെഗറ്റീവ് അടിക്കുന്ന രീതിയിൽ സംസാരിക്കുമായിരുന്നു. അപ്പം ഞാൻ അതൊന്നും വകവയ്ക്കാതെ ഞാൻ മെഡിക്കൽ കോളേജിലായിരുന്നു പത്രം കൊടുത്തിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഷെയർ ചെയ്യുകയും ഞാനും മമ്മിയും യൂട്യൂബിൽ വീഡിയോസ് ഷെയർ ചെയ്യുകയും അത് സ്റ്റേറ്റസ് ആക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയിരുന്ന അനുഭവങ്ങൾ ഞാനാണെങ്കിൽ എൻ്റെ ഹോസ്റ്റലിലായിരുന്നത് കൊണ്ട് തന്നെ കുട്ടികളോട് ഞാൻ പറയുമായിരുന്നു. അപ്പോൾ അവർക്കിത് കേൾക്കുമ്പം അതായത് ഇപ്പം ഞാൻ 3 ഇവിടെ പറഞ്ഞോളൂ. പിന്നെ അല്ലാതെ 2 സാക്ഷ്യങ്ങളുണ്ടായിരുന്നു, അതെൻ്റെ റിലേറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് അവർക്കും ഭയങ്കര വിശ്വാസമായി. അങ്ങനെ 2-3 പേരാണെങ്കിൽ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുമ്പം മെഡിക്കൽ കോളേജിൽ ഞാൻ ഉപവാസം എടുക്കുന്ന ദിവസം ഏതാണോ ആ ദിവസം ഞാൻ ഉച്ചയ്ക്ക് പോയി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞാൻ
എന്നെയും കൊണ്ട് ആവുന്ന രീതിയിൽ, അന്ന് ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്നു, അപ്പോൾ എന്നെയും കൊണ്ട് ആവുന്ന രീതിയിൽ ഉള്ള സഹായം ഞാൻ ചെയ്യുമായിരുന്നു. മേ ബി അത് പൊതിച്ചോറ് വാങ്ങിച്ചു കൊടുക്കുന്നതിലൂടെ ആയിരിക്കാം. അപ്പോൾ എന്നെയും കൊണ്ട് ചിലപ്പോൾ 3-4 പൊതിച്ചോറേ ആയിരിക്കും പറ്റുന്നത്, പക്ഷേ അത് ഞാൻ മുടങ്ങാതെ ചെയ്യുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാം നമ്മളൊരു ഇനിഷ്യേറ്റീവ് പോലെ എല്ലാ മാസത്തിലെ 3-ാമത്തെ ഞായറാഴ്ച നമ്മൾ അനാഥാലയങ്ങളിൽ പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു. അപ്പം ഇത്രയുമായിരുന്നു. പിന്നെ ആരെങ്കിലും, മമ്മിയാണെങ്കിൽ തന്നെ ആരെങ്കിലും, മമ്മിക്ക് ചെറിയൊരു രീതിയിൽ തയ്യലിൻ്റെ ചെറിയൊരു വരുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ചെറിയൊരു രീതിയിൽ മമ്മി ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു ഭാഗം ആരും ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട്, അതായത് സഹായം ചോദിച്ചു വരുന്നവരാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള പാവപ്പെട്ട ആളുകളായിരിക്കും. അപ്പോൾ അവർക്ക് ചിലപ്പം ചെറിയൊരു രീതിയിൽ ധനസഹായമോ അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിൽ ചെറിയൊരു എമൗണ്ട് കൊടുക്കുന്നതും ആയിരിക്കും. എല്ലാ ദിവസവും കുർബാന, ഹോസ്റ്റലിൽ ഞങ്ങൾക്ക് കുർബാന ഉണ്ടായിരുന്നു. അപ്പം എല്ലാ ദിവസവും എനിക്ക് കുർബാന കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് 1-2 ദിവസം മാത്രമേ എനിക്കങ്ങനെ മുടക്കം അങ്ങനെ സാധാരണ വരാറുള്ളൂ. അല്ലാതെ ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന ദിവസം ഞാൻ കുർബാനയ്ക്ക് പോകുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനുള്ള അവസരവും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ കുമ്പസാരിക്കാനുള്ള അവസരവും പിന്നെ കുർബാന ജീവിതവും എൻ്റെ ആത്മീയമായിട്ടുള്ള ജീവിതവും അതുപോലെ തന്നെ ഉടമ്പടി എടുത്തത് വഴി എനിക്കാണെങ്കിൽ കുറച്ചും കൂടെ എൻ്റെ ലൈഫ് കുറച്ചും കൂടെ ഡിസിപ്ലിൻഡ് ആവാനായിട്ട് പറ്റി. അപ്പം എല്ലാം തന്ന് അനുഗ്രഹിച്ച മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 2-ാം അധ്യായം 19-ാം തിരുവചനം. കർത്താവ് തൻ്റെ ജനത്തിന് ഉത്തരമരുളി, ഇതാ ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു, നിങ്ങൾ സംതൃപ്തരാകും. ജനതകളുടെ ഇടയിൽ ഇനി നിങ്ങളെ ഞാൻ പരിഹാസപാത്രമാക്കുകയില്ല. സ്റ്റെഫിമോളുടെയും കുടുംബത്തിൻ്റെയും വളരെ ശക്തമായ ആത്മീയത നിറഞ്ഞ ഒരു നല്ല സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ നമ്മോട് പങ്കുവച്ചത്. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥവും ഈശോയുടെ വലിയ രക്ഷയും സംരക്ഷണവും അവർക്ക് ലഭിച്ചതായി അവർ ഏറ്റുപറയുകയാണ്. സ്റ്റെഫിമോളുടെ ജീവിതത്തിലേക്ക്, ഈ ഉടമ്പടി ജീവിതത്തെക്കുറിച്ച് സ്റ്റെഫിമോൾ പറയുന്നത്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന വലിയ അടിസ്ഥാനത്തിൽ തനിക്ക് യാതൊരു യോഗ്യതകളും ഇല്ല. വളരെയധികം 2 പ്രാവശ്യം UGC നെറ്റ് എക്സാം പരാജയപ്പെട്ടപ്പോഴാണ് 3ാമതൊരു പരീക്ഷ എഴുതുന്നതിന് മുൻപ് ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ തനിക്ക് കിട്ടാനുള്ള യോഗ്യത 150 മാർക്കാണ്. പക്ഷേ അതിനുശേഷം റിസൾട്ട് വന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഗ്രേസാണ് മകൾക്ക് 170 മാർക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. അതോടുകൂടി മകൾ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പരിശുദ്ധ അമ്മയെ കൂട്ടിക്കൊണ്ടാണ് പരീക്ഷാ ഹാളിലേക്ക് പോയത്. അമ്മ തന്നെയാണ് പരീക്ഷ എഴുതിയതെന്ന് സ്റ്റെഫിമോൾ വളരെ ശക്തമായി വിശ്വസിക്കുന്നു. അതിനുശേഷം മകൾക്കുണ്ടായ ഒരു വലിയ ഉന്നതിയായിരുന്നു, ഒരു വലിയ വിജയമാണ്. അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് മകൾക്ക് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടു. നമുക്കറിയാവുന്നതുപോലെ 12 വർഷത്തെ ഒരു എക്സ്പീരിയൻസിന് ശേഷമാണ് ഒരു വ്യക്തിക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ഒരു കോളേജിൽ ജോലി കിട്ടുക. പക്ഷേ പരിശുദ്ധ അമ്മ നൽകുന്ന ഒരു സിഗ്നേച്ചർ, ഗ്രീൻ സിഗ്നേച്ചർ, ഈശോ നമുക്ക് വളരെ അഡ്വാൻസ്ഡായി നൽകുന്ന ഒരു ഉത്തരമാണ്, ഒരു വിജയമാണ്, ഒരു അപ്പോയിൻമെൻ്റാണ് ഇന്ന് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ഈ മകൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ മകൾക്ക് EWC സെൻട്രൽ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ മകൾക്ക് ലഭിക്കുകയുണ്ടായി, സ്കോളർഷിപ്പ് ലഭിക്കുകയുണ്ടായി. ഉടമ്പടി എടുത്തതിന് ശേഷം അടിക്കടി ഉയർച്ചയിലേക്ക് പരിശുദ്ധ അമ്മ കൈപിടിച്ച് നടത്തുന്ന ഒരു വലിയ അനുഭവം. അതിനെല്ലാം നമ്മുടെ ആധ്യാത്മിക ആസ്തിയെക്കുറിച്ച് ഈ മകൾ പറയുന്നുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് എൻ്റെ ദിവ്യബലി ഞാൻ ഒരിക്കലും മുടക്കാറില്ലായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ അച്ഛൻ ഇപ്പോൾ പറയുന്നത്, ഞാൻ എൻ്റെ 40 വർഷത്തെ ദിവ്യബലിയുടെ യോഗ്യതയാണ്. നമ്മൾ ഓരോരുത്തരുടെയും ദിവ്യബലിയുടെ യോഗ്യത നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ ആസ്തിയായിട്ട് നൽകാം, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ആസ്തി. ഞാൻ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് എൻ്റെ കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്നത്? ഈശോ നമ്മോട് ചോദിക്കുകയല്ലേ, നീ എത്ര രൂപ കൊടുത്തു, നീ എത്ര പൊതിച്ചോറ് കൊടുത്തു എന്നൊന്നല്ല ഈശോ ചോദിക്കുന്നത്. ഈശോ ചോദിക്കാൻ പോകുന്നത്, നീ എന്തുകൊണ്ട് ചെയ്തു, ഈശോയെ സ്നേഹിച്ചുവോ എന്നുള്ള ഒരു ചോദ്യത്തിന് നമുക്ക് ഒരു ആസ്തിയുള്ള ഉത്തരം. അതുപോലെ തന്നെ
ഇവരുടെ കുഞ്ഞനിയൻ്റെ ഒരു വലിയ ചാലഞ്ചിങ് ആയിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് അമ്മയും ഇവരും സംസാരിക്കുകയുണ്ടായി. ഇന്ന് മകന് വന്നിട്ടുള്ള വലിയ വ്യത്യാസങ്ങൾ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഇടപെടലാണ്. ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള കുഞ്ഞിനെ ഇങ്ങനെ അൾത്താരയിൽ കയറി നിൽക്കുവാനോ അല്ലെങ്കിൽ അവൻ ഇന്ന് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മയോടും ഈശോയോടും അവൻ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. അവൻ്റെ പ്രാർത്ഥനകൾ അവൻ മനസ്സിലാക്കാൻ തുടങ്ങി. ഈശോ പറയുന്നത് പോലെ ഈ വരങ്ങളെല്ലാം ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും എടുത്ത് ശിശുക്കൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ഈശോ നമ്മോട് പറയുന്നുണ്ട്. നാം എത്ര തന്നെ പ്രാർത്ഥിച്ചാലും ഒരുപക്ഷെ ശിശുക്കളെ എടുത്തുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഇവരിൽ നിന്ന് പഠിക്കുന്നു. ഇവർക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു ഇടർച്ചയ്ക്ക് കാരണമായാൽ നമുക്കുണ്ടാകാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മെ തിരികല്ല് കെട്ടി താഴേക്കാണ് നമ്മെ താഴ്ത്താൻ പോകുന്നത്. അതുകൊണ്ട് ജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ചിട്ടാണ് ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നത്. ശിശു സഹജമായ ഈ ഒരു കുഞ്ഞിനുണ്ടായ വലിയ വ്യത്യാസങ്ങൾ ഈ അമ്മയുടെ പറയുകയുണ്ടായി. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ കുടുംബത്തിൽ ചാലഞ്ചിങ് ആയിട്ടുള്ള എല്ലാ മക്കളെയും, അതുപോലെ തന്നെ ജോലിക്കായി വിഷമിക്കുന്ന, പഠനത്തിൽ വിഷമിക്കുന്ന, വിസ പ്രോസസ്സിങ്ങിനായി കഷ്ടപ്പെടുന്ന, നമ്മുടെ കുടുംബത്തിലുള്ള വളരെയധികം പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന, വിവാഹബന്ധങ്ങൾ തകർന്നു പോകുന്ന എല്ലാ മക്കളെയും ഈ ഉടമ്പടിയോട് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് സ്റ്റെഫി മോളുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടി. മാതാവിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ആതിര. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് UK നേഴ്സായിട്ടാണ്. ഞാനൊരു അക്രൈസ്തവയാണ്. പക്ഷേ ചെറുപ്പം മുതൽ തന്നെ എനിക്ക് ഈശോയും മാതാവായിട്ടൊരു ബന്ധമുണ്ട്. ഞാൻ നഴ്സിംഗ് പഠിച്ചതൊക്കെ ക്രിസ്ത്യൻ കോളേജിലാണ്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് കുർബാനയും ജപമാലയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രാർത്ഥിക്കേണ്ട രീതിയും കാര്യങ്ങളൊക്കെ എനിക്കറിയായിരുന്നു. അതിനുശേഷം ഞാൻ ജോലി ചെയ്തത് സെൻറ്റ് ജോൺസിലായിരുന്നു, ബാംഗ്ലൂർ. അപ്പോൾ അവിടെ ജോലി ചെയ്തിരുന്ന സമയത്ത് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു, ചാപ്പലുണ്ടായിരുന്നു, ഡെയിലി കുർബാന ഉണ്ടായിരുന്നു, സാധിക്കുമ്പോഴൊക്കെ കുർബാനയ്ക്ക് പോകുമായിരുന്നു. അതിനുശേഷം ഞാൻ എക്സ്പീരിയൻസ് എടുത്ത് ഞാൻ പിന്നെ OET പഠിക്കണം എന്നൊരു പ്ലാനുമായിട്ടാണ് ഞാൻ നാട്ടിലോട്ട് പോകുന്നത്. നാട്ടിലോട്ട് പോയപ്പം OET പഠിക്കാൻ വേണ്ടി ചേർന്നു, എക്സാം എഴുതി. പക്ഷേ എനിക്കത് ആദ്യത്തെ അറ്റംപ്റ്റിൽ കിട്ടിയില്ല. അപ്പോൾ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത് എൻ്റെ ബ്രദർ വഴിയാണ്. ആൾ ഉടമ്പടിയിലായിരുന്നു. അപ്പോൾ ആൾ IELTS എഴുതി കിട്ടി നിൽക്കുന്ന ടൈമായിരുന്നു, ആളുടെ പേപ്പർ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. അപ്പം OET പോയതിനു ശേഷം ഞാൻ പിന്നെ ആ ഒരു ടൈമിലായിരുന്നു കേരള വിസയൊക്കെ UK ഒരുപാട് വരുന്ന ഒരു ടൈമായിരുന്നു, ഓപ്പണിംഗ് ആയിരുന്നു ആ ഒരു ടൈമിൽ. അപ്പം ഞാൻ 1000-ഓളം കെയർ ഹോമിലോട്ട് ഞാൻ അപ്ലൈ ചെയ്തു. ഞാൻ അന്നേരം ആ ടൈമിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1000-ഓളം കെയർ ഹോമിലോട്ട് അപ്ലൈ ചെയ്തപ്പോൾ എനിക്കൊരു ഒരൊറ്റ കെയർ ഹോമിൽ നിന്നാണ് എനിക്ക് മെയിൽ വന്നത്. അപ്പോൾ ആ വന്ന ടൈമിൽ ഞാൻ ഇത് ജെനുവിനാണോ എന്താണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അവിടെയുള്ള ആൾക്കാരുമായിട്ട് കോൺടാക്ട് ചെയ്ത് അന്വേഷിച്ചപ്പോൾ ജെനുവിനാണെന്ന് മനസ്സിലായി. അപ്പം ആ ഒരു ടൈമിലാണ് അത് അവിടുന്ന് സെലക്റ്റായി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടുന്ന് ഒരു റിപ്ലൈയും ഇല്ല, ഒരു കാര്യങ്ങളും ഇല്ല. അപ്പം ഞാനിവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, നന്നായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉടമ്പടിയിൽ അല്ലെങ്കിൽ പോലും ഞാൻ പ്രാർത്ഥനയിൽ ഞാൻ നന്നായി ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അതിനുശേഷം 6 സ്റ്റെപ്പോളം ഞങ്ങൾക്ക് ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂസ് എല്ലാം കുറച്ച് പാടായിരുന്നു, കാരണം അവർ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പോൾ ഓരോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും മാതാവിൻ്റെ കൊന്തയും ഈശോയുടെ ക്രൂശിത രൂപമൊക്കെ പിടിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇൻ്റർവ്യൂസ് എല്ലാം കഴിഞ്ഞ് ഇൻ്റർവ്യൂസ് എല്ലാം ക്ലിയർ ചെയ്തു, പാസ്സായി. പിന്നെ അവിടുന്ന് ഭയങ്കര ഒരു ടൈം ലാഗായിരുന്നു, കാരണം 6-7 മാസത്തോളം എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം ആ ഒരു ടൈമിൽ ഞാൻ മെൻ്റലി ഭയങ്കര ഒരു ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റേജിലോട്ടായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എന്ത് ചെയ്യണം, കാരണം വീട്ടിൽ ജോലി ഇല്ലാതിരിക്കുകയാണ്, എൻ്റെ ബ്രദറിന് ജോലിയില്ല, ആൾ IELTS ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടി പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ വീട്ടിലൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കെന്നാൽ പിന്നെ നാട്ടിലെവിടെയെങ്കിലും ജോലിക്ക് കയറാം, പേപ്പർ വർക്ക് നടക്കുക, കാരണം ഇതുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ നാട്ടിൽ ജോലിക്ക് കയറിയ ടൈമിൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ബോംബെയിലുള്ളൊരു മേഡമാണ്. അപ്പോൾ പുള്ളിക്കാരത്തിനോട് വിളിച്ച് ചോദിച്ചു, എന്താ ഇതിപ്പോൾ ഇങ്ങനെ ക്യാൻസൽ ആവുകയാണെങ്കിൽ എന്നെ അറിയിക്കണം, കാരണം എനിക്ക് വേറെ എന്തെങ്കിലും നോക്കണം എന്നുള്ള രീതിയിൽ ഞാൻ അവരെ അറിയിച്ചു. അപ്പോൾ അതിനുശേഷം പുള്ളിക്കാരത്തി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു. അതിനുശേഷം പെട്ടെന്നൊരു ദിവസം ഞാൻ നാട്ടിൽ നിൽക്കുന്ന ടൈമിൽ എനിക്കൊരു കോൾ വരുവാണ്. പുള്ളിക്കാരത്തി പറഞ്ഞു, അതിൽ ഇത് ക്യാൻസലായി, ഇനി വേറെ എന്തെങ്കിലും നോക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ ആരോട് പറയും, ഒന്നും ഒരു ഐഡിയ ഇല്ല. ഇനിയിപ്പോൾ എല്ലാം ഞാൻ ബിഗിനിങ് തൊട്ട് ഞാൻ തുടങ്ങണം, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലായിരുന്നു എൻ്റെ ചേട്ടായിൻ്റെ ഉടമ്പടി പുതുക്കേണ്ട ടൈം. അപ്പോൾ ആൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി എൻ്റെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ജോലിയുടെ കാര്യം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് എനിക്ക് അവിടുന്ന് പുള്ളിക്കാരത്തിൻ്റെ കോള് വരുവാണ്, ഓഫർ ലെറ്റർ എത്രയും വേഗം വരും എന്ന് പറഞ്ഞിട്ട്. അന്ന് നൈറ്റ് തന്നെ എനിക്ക് എൻ്റെ ഓഫർ ലെറ്റർ വന്നു. പിറ്റേന്ന് ഞാൻ സൈൻ ചെയ്ത് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്.
അതിനുശേഷം ഞാൻ നന്നായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ചൊരു സമാധാനമായിരുന്നു. ഓഫർ ലെറ്റർ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ടൈം ലാഗാം, എനിക്ക് ഒന്നും ശരിയാവുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം ആ ഒരു ടൈമിൽ എനിക്ക് ജോലി റിസൈൻ ചെയ്ത് ഞാൻ പിന്നെ വീട്ടിലോട്ട് പോയി, എനിക്കൊരു സുഖമില്ലാതായിട്ട്. അപ്പം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നുണ്ടായിരുന്നു, വൈകുന്നേരം നന്നായിട്ട് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു, ബൈബിൾ വായിക്കുമായിരുന്നു. അപ്പോൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മാതാവിൻ്റെ അനുഭവങ്ങൾ കിട്ടാൻ തുടങ്ങി. കാരണം എനിക്ക് മനസ്സിൽ ഓരോ മാതാവിൻ്റെ രൂപം തെളിഞ്ഞ് വന്നു തുടങ്ങി. ആ രൂപം തന്നെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രൂപമായിരുന്നു, ഫുള്ള് വെള്ള ഡ്രസ്സ് ഇട്ട് മാതാവിൻ്റെ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ഫോൺ തുറന്ന് നോക്കുമ്പോൾ എനിക്ക് ഫോണിലും ആ ഒരു കറക്റ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അതുപോലെ തന്നെ മാതാവിൻ്റെ രൂപത്തിൽ നോക്കുമ്പോൾ രൂപം ഇങ്ങനെ ചെറുതും വലുതുമായി മാറി മാറി കാണാമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു സമാധാനമായിരുന്നു. അതിനുശേഷം വീട്ടിൽ വന്ന് നിൽക്കുമായിരുന്നു. വീട്ടിൽ വന്ന് നിന്ന് കുറേ നാൾ കഴിഞ്ഞപ്പം എനിക്ക് പെട്ടെന്നൊരു കോൺട്രാക്റ്റ് വരുവാണ്. കോൺട്രാക്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വായിച്ച് നോക്കുമ്പോൾ ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. ഞാൻ കേരള വിസയ്ക്കാണ് അപ്ലൈ ചെയ്തത്, പക്ഷേ കോൺട്രാക്റ്റ് വരുന്നത് പ്രീ രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറഞ്ഞൊരു പോസ്റ്റിലോട്ടാണ്. അപ്പോൾ അത് ഫുള്ള് വായിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് OET വേണ്ട, നാട്ടിൽ നിന്ന് തന്നെ CBT എഴുതണം, പിന്നെ അവിടെ ചെന്ന് OSCE എക്സാം ക്ലിയർ ചെയ്ത് 1 ഇയർ എക്സ്പീരിയൻസ് കെയറായിട്ടുണ്ടെങ്കിൽ നമുക്ക് നേഴ്സായിട്ട് ജോലി ചെയ്യാം, മാനേജറിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട്. അപ്പോൾ ഞാൻ ഓക്കെ, എനിക്ക് പിന്നെയും ടൈം എടുക്കും, എന്നാലും കുഴപ്പമില്ല, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് നമുക്ക് ദൈവം തന്നത്. അപ്പോൾ ദൈവത്തിനോട് നന്ദി പറഞ്ഞ് ഞാൻ പിന്നെ NMCയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എല്ലാം തുടങ്ങി. ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും എല്ലാം ഒരു കറക്റ്റ് ടൈമിൽ നടന്നിട്ടുണ്ടായിരുന്നു. NMCയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് തുടങ്ങി. അതിനുശേഷം എനിക്ക് കേരള നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് എന്ത് ചെയ്താലും എനിക്ക് എൻ്റെ അവർ പേപ്പർ നീക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുക ഫോൺ വിളിക്കാൻ വേണ്ടി. രാവിലെ വിളിച്ചാൽ ഉച്ചയ്ക്ക് അവർ ഫോൺ എടുക്കത്തുള്ളൂ. അങ്ങനെ വിളിച്ച് ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ ഫോൺ വിളിച്ചപ്പോൾ അവർ ഫോൺ എടുത്തു. അപ്പോൾ എൻ്റെ കയ്യിൽ കൊന്തയുണ്ടായിരുന്നു. കൊന്ത പിടിച്ച് പെട്ടെന്ന് എന്തോ കരയണമെന്ന് തോന്നി, ഒരുപാട് കരഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ പറഞ്ഞ് വിഷമിക്കേണ്ട, എന്തെങ്കിലും ചെയ്യാമെന്ന് വേണ്ടിയിട്ട് അന്ന് ഉച്ചയായപ്പോൾ തന്നെ NMCയുടെ പേപ്പറെല്ലാം കേരള നഴ്സിംഗ് കൗൺസിലിൻ്റെ പേപ്പറെല്ലാം ക്ലിയർ ചെയ്തു. അതിനുശേഷം എനിക്ക് CBTയുടെ ഡേറ്റ് എടുക്കാൻ ഉള്ള ടൈമായി. ഡേറ്റ് കാണിക്കുന്നത് 2 month ഒക്കെ കഴിഞ്ഞിട്ടാണ് ഡേറ്റ് കാണിക്കുന്നത്. എൻ്റെ കൂടെയുള്ള പിള്ളേർക്കൊക്കെ ഡേറ്റ് കിട്ടി. അത് കഴിഞ്ഞ് നന്നായി പ്രാർത്ഥിച്ച് ഒന്നുകൂടി നോക്കിയപ്പോൾ ബാംഗ്ലൂർ എനിക്ക് ഒരാഴ്ചത്തേക്കുള്ളിൽ ഡേറ്റ് കിട്ടിയായിരുന്നു. അങ്ങനെ ഞാൻ CBT എക്സാമിന് പോയി കഴിഞ്ഞപ്പം പഠിച്ചതൊന്നും ഓർമ്മയില്ല. കുറേ എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നൈറ്റ് ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സിവിയർ മൈഗ്രെയിൻ ആയിരുന്നു, എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. അന്ന് വൈകുന്നേരം ഇരുന്ന് കൊന്ത നന്നായിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഫോൺ എടുത്ത് കുറച്ച് സാമ്പിൾസ് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നോക്കുമ്പം എവിടെയൊക്കെ കയറി കുറേ ക്വസ്റ്റ്യൻസൊക്കെ കണ്ടു, അതെല്ലാം നോക്കി. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ശരിയാണോ തെറ്റാണോ ഉത്തരം അറിയാൻ പറ്റും. അങ്ങനെ കഴിഞ്ഞു. പിറ്റേ ദിവസം എനിക്ക് സെയിം മൈഗ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. എക്സാം ഹാളിൽ പോകുന്നതിൻ്റെ മുമ്പ് ഇരിക്കുന്ന സീറ്റിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാം ഹാളിൽ ചെന്നിരുന്നു. എനിക്ക് സിസ്റ്റത്തിൽ നോക്കാൻ പറ്റുന്നില്ല, തലവേദനയായിട്ട്. എങ്ങനെയൊക്കെയോ ക്വസ്റ്റ്യൻസ് എല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ പഠിച്ചതൊന്നുമില്ല. മനസ്സിൽ വിചാരിച്ചു മാതാവേ ഞാൻ ഈ എക്സാം തോറ്റല്ലോ, എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്തയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തലേദിവസം എന്താണോ ചെയ്തത് ആ ക്വസ്റ്റ്യൻസ് പിന്നെ എനിക്ക് സിസ്റ്റത്തിൽ വന്നുകൊണ്ടിരുന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പറാണ് എനിക്ക് ആ എക്സാമിന് വന്നത്. അങ്ങനെ മാതാവിനോട് വലിയൊരു കൃപ കാണിച്ചു. ഞാൻ ആ CBT എക്സാം ക്ലിയർ ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം കാര്യങ്ങളെല്ലാം വേഗം പേപ്പർ വർക്കെല്ലാം നീങ്ങി ഞാൻ UK പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓൾമോസ്റ്റ് പ്രശ്നങ്ങളെല്ലാം തീർന്നു വിചാരിച്ചു. പക്ഷെ അവിടെ വെച്ചെൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങുമായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞു, മറ്റാർക്കും ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് ചെറിയ കാര്യങ്ങളാണെങ്കിൽ എൻ്റെ എല്ലാം ഭയങ്കര ഡിലേ. അപ്പോൾ ആ ഒരു ടൈമിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ നടക്കാത്ത കാര്യങ്ങളെല്ലാം മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ ഞാൻ എഴുതി വെക്കാറുണ്ടായിരുന്നു. അതിൽ എഴുതി വെച്ചിട്ട് ഒരു കാര്യം പോലും എനിക്ക് നടക്കാതിരുന്നിട്ടില്ല, എല്ലാം നടത്തി തന്നിട്ടേ ഉള്ളൂ. ടൈം എടുത്ത് കുറച്ച് കരയിപ്പിച്ചിട്ടാണെങ്കിലും എല്ലാം തന്നിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് OSCEക്ക് അവിടെ നിന്ന് തന്നെ ഡേറ്റ് എടുത്ത് തന്നു. നിങ്ങൾക്കറിയാം NHSലൊക്കെ ആണെങ്കിൽ 2 മാസത്തെ കൃത്യമായിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പ്രാക്ടീസൊക്കെ കൊടുത്തിട്ടാണ് പിള്ളേരെ വിടാറ്. പക്ഷേ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറാണ്, 5 ദിവസത്തെ ക്ലാസ്സേ കിട്ടിയിട്ടുള്ളൂ. അത് നമുക്ക് പ്രാക്ടീസിനുള്ള മെറ്റീരിയൽസോ കാര്യങ്ങളോ ഒന്നുമില്ല. 5 ദിവസത്തെ ക്ലാസ് എടുത്തു, ഒന്നും അറിയത്തില്ല. യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് ഉണ്ട്, അത് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ OSCE എക്സാമിൻ്റെ ദിവസമായി. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഉടമ്പടിയിലുള്ള പോലെ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയായിരുന്നു. ധ്യാനം കൂടാറുണ്ടായിരുന്നു, ഉടമ്പടി പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഉടമ്പടിയിലല്ല. അങ്ങനെ ധ്യാനം കൂടുമ്പോഴൊക്കെ എനിക്ക് കുന്തിരിക്കത്തിൻ്റെ സുഗന്ധം ലഭിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ OSCE എക്സാമിൻ്റെ ഡേയിൽ അവിടെ ചെന്നു കഴിഞ്ഞ് എല്ലായിടത്തും ഉപ്പിട്ട്, ഇരിക്കുന്ന ചെയറിൽ ഉപ്പിട്ട്, എക്സാം ഹാളിൽ ഉപ്പിട്ടു, എല്ലായിടത്തും ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം എക്സാമിന് കയറി. എനിക്കാകെ ഫുള്ള് ഇരുട്ടായിരുന്നു. എനിക്ക് എന്താ ചെയ്യേണ്ടത്, ഞാൻ എന്താ ചെയ്തതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എല്ലാം ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഉള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. എക്സാം കഴിഞ്ഞ് ഇറങ്ങി ഞാൻ വീട്ടിൽ വിളിച്ച് എൻ്റെ അമ്മയെ വിളിച്ച് പറഞ്ഞു ഞാൻ തോറ്റു, ഒരു സ്റ്റേഷൻ പോലെ എനിക്ക് ക്ലിയർ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. ഭയങ്കര വിഷമിച്ച് ഞാൻ ഇറങ്ങിയത്.
ഇറങ്ങിക്കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ അന്ന് എനിക്ക് ഓഫായിരുന്നു, 5-6 ദിവസത്തിനുള്ളിൽ റിസൾട്ട് വരും. അപ്പോൾ ആ ഓഫുള്ള ദിവസം യൂഷ്വലി ഞാനൊരു 9-10 മണിയാകുമ്പോൾ എഴുന്നേക്കുന്നതാണ്. പക്ഷേ അന്നൊരു ഞാനൊരു 12 മണി വരെ ഞാൻ കിടന്നുറങ്ങുക, ഞാൻ എഴുന്നേൽക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുവാണ്, എൻ്റെ റിസൾട്ട് വന്നു, ഞാൻ 6 സ്റ്റേഷൻസ് ക്ലിയർ ചെയ്തു, ഇനി 4 സ്റ്റേഷൻസ് കൂടെ ക്ലിയർ ചെയ്യാനുള്ളൂ. അങ്ങനെയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. പെട്ടെന്ന് ഞാൻ ഞെട്ടി എഴുന്നേറ്റ് സമയം നോക്കുമ്പോൾ 12 മണി. എൻ്റെ ഫോണിൽ കുറേ മെസ്സേജസ് കൂടെയുള്ള പിള്ളേരൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ പെട്ടെന്ന് ഞാൻ മെയിലെടുത്ത് നോക്കുമ്പം റിസൾട്ടാണ് ഞാൻ കാണുന്നത്, റിസൾട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്തില്ല, പെട്ടെന്ന് തന്നെ തിരികെ എത്തിച്ച് മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഫോൺ തുറന്നിട്ട് എൻ്റെ റിസൾട്ട് നോക്കി. ഞാൻ എന്താണോ സ്വപ്നത്തിൽ കണ്ടത് അത് തന്നെയായിരുന്നു എൻ്റെ റിസൾട്ട്. എനിക്ക് 4 സ്റ്റേഷൻസും കൂടി ക്ലിയർ ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ എക്സാമിന് പോകുന്നതിൻ്റെ മുമ്പ്, രണ്ടാമത്തെ എക്സാമിന് ഡേറ്റ് എടുക്കണമായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഓൺലൈനായിട്ട്, എൻ്റെ ബ്രദർ പറഞ്ഞിട്ട് ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്ത് നിയോഗം വെച്ചു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തെ സ്റ്റേഷൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ എക്സാമിന് പോയി. ആദ്യത്തെ എക്സാമിനേക്കാളും മോശമായിരുന്നു എൻ്റെ രണ്ടാമത്തെ എക്സാം. ഞാൻ എന്താ അവിടെ ചെയ്തതെന്ന് അറിയത്തില്ല. സൈൻ ഇടാൻ പറ്റിയിട്ടില്ല. എല്ലാ മിസ്റ്റേക്കും പൊട്ടത്തരമായിരുന്നു ഞാൻ കാണിച്ചത്. എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി വീണ്ടും ഞാൻ വീട്ടിലിങ്ങനെ വിളിച്ച് സങ്കടപ്പെട്ട് പറയും, ഞാൻ ഇനിയും തോക്കും, കാരണം ആകെ 3 അറ്റംപ്റ്റേ ഉള്ളൂ, രണ്ടാമത്തെ അറ്റംപ്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഞാൻ തോക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നു വരുന്നത്. അങ്ങനെ എക്സാം കഴിഞ്ഞ് ഞാൻ റൂമിൽ വന്നു. അതും പെട്ടെന്ന് തന്നെ റിസൾട്ട് വന്നായിരുന്നു. ഞാൻ ഓസ്കിയുടെ എക്സാംസും എല്ലാം ക്ലിയർ ചെയ്തു. ഭയങ്കര ഒരു സന്തോഷമായിരുന്നു, ദൈവത്തിന് നന്ദി പറഞ്ഞു. അതിനുശേഷം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാം തീർന്നു എന്നാണ്. പക്ഷെ അവിടെ തീർന്നിട്ടില്ല, വീണ്ടും പ്രശ്നങ്ങൾ വരുമായിരുന്നു. ഞങ്ങളുടെ മാനേജറാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് NMC രജിസ്ട്രേഷന്. അപ്പം പെട്ടെന്ന് തന്നെ പുള്ളിക്കാരത്തി നല്ലൊരു വ്യക്തിയായിരുന്നു. പുള്ളിക്കാരത്തി റിസൈൻ ചെയ്തു പോയി, പുതിയ ആൾ വന്നു കഴിഞ്ഞപ്പം ആൾക്ക് എന്തോ എന്നോട് ഭയങ്കര ഒരു ദേഷ്യമുള്ള പോലെയാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, പുള്ളിക്കാരത്തിക്ക് എന്നെ തീരെ ഇഷ്ടമല്ല. അപ്പോൾ എൻ്റെ കൂടെയുള്ള വേറൊരു ചേട്ടനും എല്ലാം സപ്പോർട്ട് ചെയ്ത് സൈൻ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരത്തി എനിക്ക് എന്ത് ചെയ്താൽ തരുന്നില്ല. ഒരുപാട് ഞാൻ ചോദിച്ചു, പക്ഷേ പുള്ളിക്കാരത്തി സമ്മതിക്കുന്നില്ലായിരുന്നു. കാരണം കിട്ടുമ്പോഴൊക്കെ ദേഷ്യം പറയുക, വഴക്ക് പറയുക, മറ്റുള്ളവരുടെ ഉപയോഗിച്ച് വഴക്ക് പറയുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പം ആ ടൈമിൽ ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഞാനിവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നു, ഓസ്കി പാസ്സായതിൻ്റെ. അപ്പോൾ സാക്ഷ്യം പറയാൻ വേണ്ടി എല്ലാം റെഡിയായി. സിസ്റ്റർ എന്നോട് പറഞ്ഞു കയറിക്കോളാൻ പറഞ്ഞു. അപ്പോഴാണ് ഇവിടെ ക്യാമറ നോക്കിക്കൊണ്ടിരുന്ന വേറൊരാളായിരുന്നു. ആളെൻ്റെ പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ പേപ്പർ വായിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഈ സാക്ഷ്യം കംപ്ലീറ്റ് അല്ലല്ലോ, പിൻ നമ്പർ കിട്ടിയാലല്ലേ പറയാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, അന്ന് ഇപ്പോൾ പറയേണ്ട, പിൻ നമ്പർ കിട്ടിയിട്ട് വന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ തിരിച്ചു വിട്ടു. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ചിന്തയാണ്, ഞാൻ എങ്ങനെ പിൻ നമ്പർ കിട്ടിയിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയും, അതൊരിക്കലും നടക്കൂലല്ലോ മാതാവെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിട്ടാണ് ഞാൻ ഇറങ്ങി പോകുന്നത്. അപ്പം അതിനുശേഷം ഞാൻ തിരിച്ച് UK പോയി. മാറ്റങ്ങളൊന്നുമില്ല, പുള്ളിക്കാരത്തി സെയിം ആ ഒരു മൂഡിൽ തന്നെയാണ്. അങ്ങനെ പെട്ടെന്നാണ് അപ്പോൾ ആ ഒരു ടൈമിൽ പ്രാർത്ഥനയുടെ ശക്തി കൂട്ടി നന്നായിട്ട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉടമ്പടിയിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങി. എൻ്റെ വീട്ടിൽ എൻ്റെ മാതാപിതാക്കൾ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു ടൈമിലാണ് എൻ്റെ അച്ഛൻ ഉപവാസം എടുക്കാൻ തുടങ്ങി. ഒരു 7 ദിവസത്തെ ഉപവാസം എടുത്തോളാം എന്ന് പറഞ്ഞ് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്കും പെട്ടെന്ന് കുറേ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പുള്ളിക്കാരത്തി വേറൊരാളോട് പറഞ്ഞു അവളെ ഒരു ദിവസം അസസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഞാൻ പിൻ നമ്പറിന് ഹെൽപ്പ് ചെയ്യാം. അപ്പം ആ ഒരു പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല, അതെങ്ങനെ സാധിക്കും, അങ്ങനെ ഒരു രീതിയിലായിരുന്നു. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി മാനേജറെന്ന് ഡയറക്റ്റായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ റിസൈനാണ്, ഞാൻ പോകുന്നതിന് മുമ്പ് നിന്നെ പിൻ നമ്പറിന് കിട്ടാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം ഓക്കെ ആയി. പുള്ളിക്കാരത്തി എൻ്റെ പേപ്പറെല്ലാം സൈൻ ചെയ്ത് തന്നു. എല്ലാം ഞങ്ങൾ NMC വിട്ടു. ആ വിട്ട പേപ്പറിലെല്ലാം ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ആ വിട്ട പേപ്പർ രണ്ടാമത് വീണ്ടും മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. അപ്പം ഒന്നുകൂടി നന്നായി പ്രാർത്ഥിച്ച് എല്ലാം കറക്റ്റായി ഫില്ല് ചെയ്ത് ഇട്ടു. എനിക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് പിൻ നമ്പർ ലഭിച്ചു. ഞാനിപ്പോൾ UK രജിസ്റ്റേർഡ് നഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ജോലിയുടെ ഇടയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പം അതിലെല്ലാം ഉടമ്പടിക്കാശ്രമം വെച്ച് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ മാതാവ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മനസ്സിലിങ്ങനെ തോന്നിപ്പിക്കും, ഇതിങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അതെങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അങ്ങനെ ചെയ്ത് നമുക്ക് ഒരുപാട് പ്രശ്നത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു എനിക്ക് ലഭിച്ചൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, വീട്ടിൽ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങൾ പുതിയ സ്ഥലത്തോട്ട് മാറിയപ്പോൾ നമുക്ക് വെള്ളമില്ലായിരുന്നു, പഞ്ചായത്ത് വെള്ളമായിരുന്നു. അങ്ങനെ അടുത്തുള്ളവരൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എൻ്റെ അമ്മ ഉടമ്പടി ഉപ്പിട്ട് അവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് കുഴൽക്കിണർ കുത്താൻ സാധിച്ചു. വെള്ളം കിട്ടിയില്ലായിരുന്നു ആദ്യം, ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഇപ്പോൾ കുടിച്ചാൽ തീരാത്തത്രയും വെള്ളം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ പ്രശ്നം മാറിയിട്ടുണ്ട്. മെഴുകുതിരിയിൽ എനിക്ക് മാതാവിൻ്റെ കുറേ അടയാളങ്ങൾ കിട്ടിയിട്ടുണ്ട്. റോസാപ്പൂ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് പിൻ നമ്പർ ലഭിക്കുന്ന ആ ഒരു ടൈമിൽ എനിക്ക് ഈശോയുടെ ഈ 2 പാദങ്ങൾ എനിക്ക് മെഴുകുതിരിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു, പച്ച മെഴുകുതിരിയിൽ.
പിന്നെ പ്രേക്ഷിത പ്രാർത്ഥനയായിട്ട് ഞാൻ ചെയ്യുന്നത്, ഉടമ്പടി എടുത്ത് വന്നപ്പോൾ പത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പുറത്ത് ദൂരെയുള്ള വീടുകളിലൊക്കെ പോയി പത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനങ്ങൾ ഷെയർ ചെയ്യും, ഫ്രണ്ട്സിന് സാക്ഷ്യങ്ങളെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. അറിയാവുന്നവരോടൊക്കെ മാതാവിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും പറയാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലോട്ട് നമ്മൾ പൈസ ഇട്ട് കൊടുക്കുമ്പം പാരൻസാണ് ഇവിടെ ഓൾഡ് ഏജ് ഹോമിലൊക്കെ സഹായിക്കാറുണ്ട് ഫിനാൻഷ്യലി, അല്ലെങ്കിൽ സാധനങ്ങൾ മേടിച്ചിട്ട്. പിന്നെ അവിടെയാണെങ്കിൽ ഞാൻ ഹോംലെസ് പീപ്പിളിന് ഫുഡ് മേടിച്ച് കൊടുക്കാറുണ്ട്. ഫുഡ് ബാങ്കിലോട്ട് ഫുഡ് സപ്ലൈ ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെ മുന്നിൽ ആര് വന്നാലും നമ്മൾ സഹായിക്കാറുണ്ട്. പിന്നെ പ്രാർത്ഥന, ആത്മീയമായിട്ട് എനിക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ പ്രാർത്ഥിക്കാതെ നമ്മൾ കിടന്നുറങ്ങത്തില്ല, എന്നും കൊന്ത ചൊല്ലും, പ്രദക്ഷീകരണ പ്രാർത്ഥന, സായന പ്രാർത്ഥന എല്ലാം ചൊല്ലാറുണ്ട്. ധ്യാനം കൂടാറുണ്ട്. ഓഫുള്ള ദിവസം ധ്യാനം കൂടി തീർക്കാറുണ്ട്. പിന്നെ കുർബാന മുടക്കാറില്ല. കുർബാന ഓഫുള്ള ദിവസങ്ങളിലൊക്കെ കുർബാനയ്ക്ക് പോവാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി സമർപ്പിക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരം അരുളണമേ. സങ്കീർത്തനം 69:13 ദൈവത്തിൻ്റെ സമയം പരിപൂർണമാണ്. പ്രയാസകാലത്തും ദൈവം നമ്മെ കൈവിടാറില്ല. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നമ്മുടെ പ്രത്യാശയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ സഹായം വൈകുമെന്ന് തോന്നുമ്പോൾ ഉടമ്പടി മക്കൾ നിരാശപ്പെടാതെ ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ കരുണയിലാണ് നമ്മൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിന് ഇഷ്ടമുള്ള സമയത്ത് ദൈവം നമ്മെ സഹായിക്കും, നമുക്ക് രക്ഷ നൽകും എന്ന വിശ്വാസത്തോടെ നമുക്ക് കാത്തിരിക്കാം. നമ്മെ കാത്തുപരിപാലിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് നമ്മുടെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നയായ ദൈവമേ, അങ്ങേക്ക് ഉചിതമായ സമയത്ത് ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അരുളണമേ എന്ന്. അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ഉത്തരമാണ് ആതിര ഇന്ന് നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഈ മകളുടെ ജീവിതത്തിൽ UK പോലുള്ള കരിയർ വിസയിലേക്ക് അപ്ലൈ ചെയ്യുകയും പ്രാർത്ഥനയിലൂടെ ഒരു പ്രീ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് പോസ്റ്റിലേക്ക് ജോലി ലഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് മകൾ UK പോയത്. പിന്നെ ഉണ്ടായിരുന്നത് മോൾക്ക് കിട്ടിയ പോസ്റ്റിലേക്കുള്ളൊരു മാറ്റമാണ്. അത് പ്രീ രജിസ്റ്റേർഡ് നേഴ്സിൽ എന്ന പോസ്റ്റിലേക്കാണ് മോൾക്ക് മാറ്റം ലഭിക്കുന്ന കരിയർ വിസയിൽ നിന്ന്. ആ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് പിന്നീട് CBT എക്സാം പാസ്സായിട്ടും തലേ ദിവസം ഈ മകൾ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. വരാനിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ മുഴുവനും ആ ഫോണിൽ നിന്ന് മുൻകൂറായിട്ട് ഈ മകൾക്ക് പഠിക്കുവാനും പ്രിപ്പയർ ആകുവാനും സാധിച്ചു. അങ്ങനെയാണ് ഈ മകൾ CBT എക്സാം എഴുതുന്നത്. ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ മകൾക്ക് OST എക്സാമും പാസ്സാകാൻ സാധിച്ചത്. പിന്നീടുണ്ടായിരുന്ന ഒരു തടസ്സം, ഒരു ഡിലേ ഉണ്ടായിരുന്നത് UK രജിസ്റ്റേർഡ് നഴ്സിൻ്റെ പിൻ നമ്പർ ലഭിക്കാനായിട്ടായിരുന്നു. ഈ മകൾ വീണ്ടും പ്രാർത്ഥിച്ചു. പിന്നീട് ഈ മകൾ പറഞ്ഞൊരു വലിയ കാര്യമാണ്, സ്വന്തം സഹോദരനാണ് ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. പിന്നീട് മകൾക്കൊരു കാര്യമായപ്പോൾ സഹോദരൻ പുതുക്കുവാൻ വന്നപ്പോൾ ആ പുതുക്കുവാനുള്ള ആ ദിവസം നിയോഗത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഈ മകൾക്കുള്ള കാര്യങ്ങളും ആ നിയോഗത്തിൽ സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് അന്ന് ഉടമ്പടി പുതുക്കി സ്വന്തം ആങ്ങളെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഓഫർ ലെറ്റർ വരുന്നത്. ഇത് മാതാവിൻ്റെ ഒരു വലിയ ഇടപെടലാണ്. ഈ മകളും ഈ മകളുടെ സഹോദരനും ഒന്നിച്ച് നിന്ന് ഒരു കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ജീവിതം നയിക്കുകയും നിയോഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയും, 16 വയസ്സ് മുതൽ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അച്ഛനും അമ്മയും കൂടാതെ മക്കളും മക്കളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഇപ്പോൾ അവസരം തന്നിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ മക്കളും സ്വന്തം സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ കരുത്താണ്, ഒരു വലിയ വിശ്വാസമാണ്, ആശ്വാസമാണ് ഇവർക്ക് ഈ കുടുംബത്തിൽ ലഭിക്കുന്നത്. അങ്ങനെ ആങ്ങളെ ഉടമ്പടി പുതുക്കി ഇറങ്ങിയപ്പോൾ തന്നെ ഈ മകളുടെ ഓഫർ ലെറ്റർ വന്നു.
പിന്നീടുണ്ടായിരുന്നത് ഈ മകൾ പറയുണ്ടായി പിൻ നമ്പർ ലഭിക്കുകയും പിന്നീട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവിടെ തന്നെ ഒരു UK രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലി ലഭിക്കുകയും ചെയ്തത്. ഇതാണ് പറയുന്നത് വിശ്വാസം കൈവിടാതെയുള്ള പ്രാർത്ഥന. ദൈവമേ, കരുണാസമ്പന്നനായ ഈശോ, ദൈവമേ, അങ്ങേക്ക് ഉചിതമെന്ന സമയത്ത് തരാനാണ് ഈ മക്കളും അതുപോലെ തന്നെയാണ് പ്രാർത്ഥിച്ചത്. ദൈവഹിതമനുസരിച്ച് ഇവർ വിശ്വാസത്തോടെ ഈ ആങ്ങളെയും പെങ്ങളും പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം നയിച്ചപ്പോഴാണ് ഇവരുടെ ജീവിതത്തിലേക്ക് ഈശോയും അമ്മയും കടന്നു എന്ന് പുതിയ ഒരു ഭാവി, ഒരു നല്ലൊരു വഴി കാണിച്ചു കൊടുത്ത് ഇവർക്കൊരു നല്ല രീതിയിൽ എത്തിപ്പെടാനായിട്ട് സാധിച്ചത്. പിന്നീട് വീടിന് വേണ്ടിയിട്ടാണ് ഇവർ പ്രാർത്ഥിച്ചത്. നല്ല കുടിവെള്ളം കിട്ടാൻ കിണർ കുഴിക്കുകയും കുടിവെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാം ലാവിഷായിട്ട് അവർക്ക് ആവശ്യമുള്ളതിലും കൂടുതൽ വെള്ളം നൽകിയാണ് ഈശോയും അമ്മയും ഈ കുടുംബത്തെ അനുഗ്രഹിച്ചത്. പിന്നെ ഇവർക്ക് ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം ലഭിച്ചത് പല രീതികളിലാണ്. മെഴുകുതിരിയിലെയും ആണ് ഈശോയുടെയും ഈ പരിശുദ്ധ ഈ ആലയത്തിലെ ഈശോയുടെ കാൽപാദങ്ങളാണ് അടയാളമായി ഈ മകൾക്ക് ലഭിക്കുന്നത്. എവിടെയൊക്കെ വിശ്വാസം നഷ്ടപ്പെടുമെന്ന് തോന്നുമ്പോഴൊക്കെ ഈശോയും അമ്മയും കൂടെ നിന്ന് അടയാളങ്ങളിലൂടെ ഈ മകളുടെ വിശ്വാസം ചേർത്ത് പിടിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെയാണ് ഉടമ്പടി മക്കൾ വിശ്വസ്തയോടെ സത്യസന്ധതയോടെ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ പ്രയാസമാകുന്ന നിമിഷങ്ങളിലും നമുക്ക് പറ്റില്ല, ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെടുന്ന നിമിഷങ്ങളിലും ഇവരെ താങ്ങി നിർത്തുന്ന ഒരു ദൈവമാണ് നമ്മൾ ഉടമ്പടി ജീവിതത്തിൽ നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ കാണുന്നത്. ഇവരുടെ ജീവിതത്തിലും പലപ്പോഴും പല കാര്യങ്ങളും താമസിക്കുമ്പോഴൊക്കെയും ഇവർ ഈശോയെ അമ്മയും കൈവിടാതെ പ്രാർത്ഥിക്കുന്നതാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സഹായം വൈകുമ്പോഴൊക്കെ നമുക്കും നിരാശപ്പെടാതെ ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ ആശ്രയം, ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ തക്ക സമയത്ത് നമ്മളുടെ ജീവിതത്തിലും ഇടപെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കണമേ എന്ന് നിരാശയുടെ നിലവിളിയല്ല, ദൈവമേ എന്നെ കേൾക്കണമെന്ന് ആത്മവിശ്വാസത്തോടുള്ള അപേക്ഷയാണ് നമുക്ക് വേണ്ടത്. നമുക്കും വിശ്വാസത്തോടെ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്ന് അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുന്ന സമയത്ത് ഞങ്ങൾക്ക് ഉത്തരം വരളണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ആതിരയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.